പുസ്തകത്തിൻ്റെ പ്രകാശനമാണ്. അദ്ദേഹം നേരത്തെ ഒരു ദിവസമായിട്ട് ഫിക്സ് ചെയ്തത് പെട്ടെന്ന് മാറ്റി വെച്ചിട്ടാണ് ഇന്നത്തെ ദിവസത്തേക്ക് ഉള്ളത്. എല്ലാവരും ഈ ദിവസമൊക്കെയുള്ള തിരക്ക് പിടിച്ച ദിവസമായിട്ട് വരുമ്പോൾ ഇത് മാത്രമാണ് പ്രശ്നം. എന്നാലും എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കിടക്കും. ഈ ചടങ്ങിന് എത്തിയവരെ സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. അദ്ദേഹത്തെ വളരെ പ്രശ്നങ്ങളിൽ സ്വാഗതം ചെയ്യുന്നു. ഏഴാശ്ശേരി അദ്ദേഹം ദേശാമാലിയുടെയും കൂടെ ഭാഗമാണ്. അദ്ദേഹത്തെ ഈ ചടങ്ങിലെത്തിയ സ്വാഗതം ആശംസിക്കുന്നു. വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. സാറും ഇവിടെ അഷ്ടകം നടക്കുന്നുണ്ട്, അതിൻ്റെ തിരക്കായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഇന്നലെ കണ്ടപ്പോൾ വരുമെന്ന് പറഞ്ഞിരുന്നു തോന്നുന്നു. എന്തായാലും അദ്ദേഹത്തിന് വരുമെന്നുള്ള പ്രതീക്ഷയെ സ്വാഗതം ചെയ്യപ്പെടുന്നു. ചേച്ചി നമ്മുടെ അംഗവും ലാബിൻ്റെ അടുത്ത ഫ്രണ്ടും എല്ലാമാണ്. ചേച്ചിയെ സ്വാഗതം ചെയ്യുന്നു. പിന്നെ പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കുന്നത് മിസ്റ്റർ കെ സുദർശൻ. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് പുസ്തകത്തിന് വേണ്ടി പങ്കെടുത്ത എല്ലാ സ്വാഗതം ആശംസിക്കുന്നു. വിഹംഗമം പബ്ലിക്കേഷൻസിൻ്റെ 2 പുസ്തകം. ഈ 2 പുസ്തകങ്ങൾ ശരത്ചന്ദ്രലാൽ എഴുതിയ പുസ്തകങ്ങൾ. അത് ആ പുസ്തകങ്ങളെ സദസ്സിന് മുമ്പിൽ പരിചയപ്പെടുത്താൻ നമ്മുടെ കൂട്ടത്തിലെ വളരെ പ്രധാനപ്പെട്ട സർഗധനനായ കവി കെ സുദർശനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന അഭിനന്ദനെ, പ്രിയമുള്ളവരെ, സ്വാഗത പ്രഭാഷകൻ പറഞ്ഞതുപോലെ ഇതൊരു കുടുംബ സദസ്സാണ്. അതുകൊണ്ട് തന്നെ ഔപചാരികതകളില്ലാതെ ഈ പുസ്തകങ്ങളെ പരിചയപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുക. ശരത്ചന്ദ്രലാലിൻ്റെ ഏറ്റവും പുതിയ 2 പുസ്തകങ്ങളാണ്. മരങ്ങളിൽ മഞ്ഞിൻ പുതപ്പുകൾ, പിന്നെ പ്രണയക്കുറിപ്പ്. ശരത്ചന്ദ്രലാലിൻ്റെ ഏറ്റവും പുതിയ പുസ്തകങ്ങൾ എന്ന് പറയുമ്പോഴും ശരത്ചന്ദ്രലാലിൻ്റെ ഏറ്റവും പഴയ കവിതകളാണ് ഇതിലുള്ളത്. എനിക്ക് തോന്നുന്നു ഏതാണ്ട് 11ഓളം കവിതാ സമാഹാരങ്ങൾ ഇതിനകം പ്രകാശിപ്പിച്ചിട്ടുള്ള ഇതിഹാസ തുല്യമായ പഞ്ചതന്ത്രം കഥകളെ മലയാളത്തിലേക്ക് സ്വതന്ത്രമായി പുനരാവിഷ്കരിച്ചിട്ടുള്ള ശരത്ചന്ദ്രലാൽ തൻ്റെ പുതിയ രചനകളെ ക്രോഡീകരിച്ചുകൊണ്ട് സമാഹാരം ഇറക്കുകയല്ല ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ 30ാം വർഷമാണെന്ന് തോന്നുന്നു. ഈ എഴുത്തിൻ്റെ 30ാം വർഷത്തിൽ 80കളിൽ അദ്ദേഹം എഴുതിയ ചില കവിതകളെ സ്വയം തിരഞ്ഞെടുത്ത് അവതരിപ്പിക്കുകയാണ്. അതിന് വളരെ വലിയൊരു പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കവി കുലപതിയായ പൂന്താനത്തിന് പോലും തൻ്റെ അസ്തിത്വം തെളിയിക്കാൻ സത്യവാങ്മൂലം വേണ്ടി വന്നിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എഴുത്തിൻ്റെ 30ാം വർഷത്തിൽ ശരത്ചന്ദ്രലാൽ തൻ്റെ പഴയ കവിതകൾ 80കളിൽ എഴുതിയ കവിതകൾ എടുത്ത് നമുക്ക് തരുമ്പോൾ അത് ഉയർത്തുന്ന ചില സംശയങ്ങൾ, ചില ചോദ്യങ്ങൾ, ചില പ്രസക്തമായ ചില പോയിന്റുകളുണ്ട്. ഒന്ന്, ഈ 80കളിൽ അദ്ദേഹം എഴുതിയ കവിതകൾ 80കളിലോ അത് കഴിഞ്ഞ് വന്ന 90കളിലോ പിന്നെ ഒന്നുമോ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല എന്ന് അദ്ദേഹത്തിന് തോന്നിയിരിക്കാം. തന്നെയുമല്ല, ആ കവിതകളൊക്കെ തന്നെ ഇന്ന് അവതരിപ്പിക്കുമ്പോഴും അതിൻ്റെ വർത്തമാന മൂല്യം വർദ്ധിച്ചിരിക്കുന്നു എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുവാനും അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടാകും. ഈ പുസ്തകം വളരെ ക്ലേശിച്ചാണ്. അദ്ദേഹം ഈ പുസ്തക പ്രസാധന രംഗത്ത് സ്വന്തമായി പുസ്തകം അച്ചടിക്കുകയും അത് തൻ്റെതായ സ്നേഹത്തിൻ്റെ സ്പർശമുള്ള ഒരു വിപണന രീതിയിലൂടെ അത് ആളുകളിൽ എത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ശരത്ചന്ദ്രലാലിൻ്റെ മാത്രമായ ഒരു രീതി അവലംബിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് ഈ പുസ്തകം അച്ചടിക്കുന്നതിനൊക്കെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ട്. ഏതാണ്ട് ഇന്നലെ വൈകുന്നേരമോ മറ്റുമാണ് ഇതിൻ്റെ 1, 2, 3 പ്രതികൾ അദ്ദേഹത്തിന് തന്നെ കിട്ടുന്നു. എനിക്കിത് വളരെ അവസാനമാണ് കിട്ടിയത്. പക്ഷേ ഇതിലെ കവിതകളൊക്കെ വളരെ മുമ്പ് തന്നെ ഇത് എഴുതിയ കാലഘട്ടത്തിൽ തന്നെ ചർച്ച ചെയ്യുകയും പരിചയമുള്ളവയുമായിരുന്നു. ഇന്ന് ഈ പുസ്തകം ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല.
പക്ഷേ ഇദ്ദേഹത്തിൽ ഇതിൽ സ്വീകരിച്ചിരിക്കുന്ന കവിതകൾ, തെരഞ്ഞെടുത്തിരിക്കുന്ന കവിതകൾ, അദ്ദേഹം തന്നെ തെരഞ്ഞെടുത്ത കവിതകൾ വ്യത്യസ്തമായ തലങ്ങളിൽ നിൽക്കുന്ന കവിതകളാണ്. ഒരു കവി എന്തിന്റെ കവിയാണ് എന്നൊരു ചോദ്യമുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട കവി ശ്രീ ONV ഒരു കവിത തന്നെ ആരംഭിക്കുന്നത് അങ്ങനെയാണ്. എന്തിന്റെ കവിയാണ് നിങ്ങൾ? സ്നേഹത്തിന്റെ, സാഹോദര്യത്തിന്റെ എന്തിന്റെ കവിയാണ്? ഇവിടെ ഇദ്ദേഹം എന്തിന്റെ കവിയാണ് എന്ന ചോദ്യം ഉയർത്തുമ്പോൾ അതിന് ഉത്തരം പറയുന്ന അദ്ദേഹത്തിന്റെ കവിതകളാണ്. ശ്രീ ഏടാശ്ശേരി രാമചന്ദ്രൻ അദ്ദേഹത്തിന്റെ കാവ്യ സമാനമായ അവതാരികയിൽ പറയും, ഇത് ജീവിതം വാസനിക്കുന്ന കവിതകളാണ്. എല്ലാ അർത്ഥത്തിലും അത് ശരിയാണ്. ജീവിതത്തിന്റെ എല്ലാ വൈകാരിക സ്പന്ദങ്ങളെയും ആവിഷ്കരിച്ചുകൊണ്ട് ശരത്ചന്ദ്രലാൽ എഴുതുന്നു. അതിലെല്ലാ ഭാവതലങ്ങളുമുണ്ട്. അദ്ദേഹത്തിന്റെ ചെരുപ്പ് കുത്തിയുടെ മരണം എന്ന കവിത, വിശപ്പ് എന്ന് പറയുന്ന കവിത, അതുപോലെ ക്യാപ്റ്റന്റെ വിധവ എന്ന് പറയുന്ന കവിത, ഇങ്ങനെ നിരവധി തലങ്ങളിൽ നിൽക്കുന്ന ഗ്രാമീണമായ ജീവിതത്തിന്റെ മനസ്സിൽ വേബന്ധം ഉണർത്തുന്ന വിവിധങ്ങളായ കവിതകളെ, വ്യത്യസ്ത തലങ്ങളിൽ നിൽക്കുന്ന കവിതകളെ ആവിഷ്കരിച്ചുകൊണ്ടാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. ഈ ക്യാപ്റ്റന്റെ വിധവ എന്ന കവിത വളരെ വ്യത്യസ്തമായ ഒരു കവിതയാണ്. എനിക്ക് തോന്നുന്നു 80കളിലോ മറ്റോ, 80ൽ അദ്ദേഹം ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത്, ആ കാലം മുതൽ എനിക്ക് ശരത്ചന്ദ്രലാലിന് പരിചയമുണ്ട്. ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് അദ്ദേഹം ചരിത്രമാണ് ഐച്ഛിക വിഷയമായിട്ടുണ്ട്. പ്രൈവറ്റ് ആയിട്ടാണെന്ന് തോന്നുന്നു അദ്ദേഹം പഠിച്ചത്. ആ ചരിത്രം പഠിക്കുന്ന ആ കോളേജിന്റെ ചുറ്റുപാടിൽ താമസിച്ചിരുന്ന ഒരു സ്ത്രീയെ അവതരിപ്പിച്ചുകൊണ്ട്, ഏതാനും വാക്കുകൾ അവതരിപ്പിച്ചുകൊണ്ട്, അവരുടെ കഥ പറയാതെ പറഞ്ഞുകൊണ്ട് ആവിഷ്കരിക്കുന്ന കവിതയാണ് ക്യാപ്റ്റന്റെ വിധവ. മനോഹരമായൊരു കവിതയാണ്. അതൊരു കഥാകവിതയാണോ എന്ന് ചോദിച്ചാൽ കഥാകവിതയുടേതായ വാചാലതകൾ അതിനകത്ത് അദ്ദേഹം സ്വീകരിച്ചിട്ടില്ല. അവിടെ വാടകയ്ക്ക് അവർ തനിച്ചത്രേ, പഴയ ക്യാപ്റ്റന്റെ വിധവയാണത്രേ. അവിടെ വാടകയ്ക്ക് അവർ തനിച്ചത്രേ, പഴയ ക്യാപ്റ്റന്റെ വിധവയാണത്രേ. നോക്കണം, സമൂഹം എപ്പോഴും ഉറ്റുനോക്കുന്ന, സമൂഹത്തിന്റെ മനസ്സിൽ കൗതുകമുണർത്തുന്ന രണ്ട് ബിംബങ്ങളാണ്. ഒരു സ്ത്രീ തനിച്ച് താമസിക്കുന്നു, അവർ വിധവ കൂടിയാകുന്നു. അപ്പോൾ എപ്പോഴും ഒരു ശ്രദ്ധാകേന്ദ്രമായി അത് മാറാം. അദ്ദേഹം അടുത്ത വരിയിൽ പറയുകയാണ്, ചരിത്രം കോളേജിൽ പഠിക്കുവോർ ഞങ്ങൾ, മനസ്സിൽ കൗമാരം തിളയ്ക്കുവോർ ഞങ്ങൾ. അദ്ദേഹത്തിന്റെ അഭിപ്രായം, ചരിത്ര വിദ്യാർത്ഥിയായിരിക്കുന്ന ഒരു ബിരുദ വിദ്യാർത്ഥിയായിരിക്കുന്ന ഒരു കുട്ടിയുടെ എല്ലാ ഔത്സുക്യങ്ങളോടുകൂടിയും എല്ലാവിധ നിഷ്കളങ്കതയോടുകൂടിയും ഈ കവിത അവതരിപ്പിക്കുകയാണ്. ഈ 4 വരി കഴിഞ്ഞിട്ട് അദ്ദേഹം ആ സ്ത്രീയെ അവതരിപ്പിക്കും. ഒരു ചിത്രത്തിന്റെ വാങ്മയമായ ഭാവനയുടെ, കൽപ്പനയുടെ ഇതളുകൾ വിടർത്തിക്കൊണ്ട് അതിമനോഹരമായി അദ്ദേഹം അവതരിപ്പിക്കുകയാണ്. ആ സ്ത്രീയെ അവതരിപ്പിക്കും. കവികളെ സംബന്ധിച്ച് സ്ത്രീ വർണ്ണന, അതിപ്പോ ചങ്ങമ്പുഴയായാലും വള്ളത്തോളായാലും വൈലോപ്പിള്ളിയായാലും കുമാരനാശാനായാലും എന്തിന് കാളിദാസനായാലും യുവതി ഹൃദയേ വസതി കോജബ എന്ന് ചോദിച്ച കാളിദാസനായാലും എല്ലാം അവർ വാചാലമാകുന്ന സ്ഥലത്ത് ശരത്ചന്ദ്രലാൽ എന്ന ഡിഗ്രി വിദ്യാർത്ഥി നോക്കണം. അദ്ദേഹം ജീവിതത്തിന്റെ 40കളുടെ ഏതാണ്ട് അവസാന പടവുകളിലേക്കൊക്കെ കടക്കുന്ന ഈ സമയത്ത് അദ്ദേഹത്തിന്റെ ഡിഗ്രി കാലഘട്ടത്തിൽ 17ന്റെ കാലഘട്ടത്തിൽ എഴുതിയ ഒരു കവിതയെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അന്ന് അദ്ദേഹം ഉപയോഗിച്ച ബിംബം, ആ അവതരണ രീതി എത്ര മനോഹരമാണെന്നുള്ള. ഇപ്പൊ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള സ്ത്രീ വർണ്ണന തിരുനെല്ലൂരിന്റേതാണ്. എരിയും അഗ്നിയ പൂനിലാവാക്കിയാൽ അതിനു തുല്യമാം മെയ്യിന്റെ കാന്തിയും കരളിലോലും വികാരങ്ങൾ തൻ കലാകലവി തുള്ളിക്കളിക്കുന്ന പെൺകളും ലഹരിയാൽ സ്വയം വിസ്മരിപ്പോളവും നുകരുകന്നോതും ഓമൽ ചൊടികളും ഗതിവിലാസത്തെ നൃത്തമായി മാറ്റിടും മതഭരാലസ പദവിന്യാസവും എന്നൊക്കെ പറഞ്ഞു പോകുന്ന തിരുനെല്ലൂരിന്റെ കവിത. അപ്പൊ തിരുനെല്ലൂർ അവിടെ ഒരു സ്ത്രീയുടെ അംഗപ്രത്യംഗങ്ങളെ ആവിഷ്കരിച്ചുകൊണ്ടാണ് വർണ്ണിക്കുന്നതെങ്കിൽ കുമാരനാശന്റെ വർണ്ണനയുണ്ട്. ചർവാങ്ങിതൻ നടപ്പിൻ പ്രൗഢിയാൽ സ്വയം പാർവതി താനവളെന്ന് തോന്നിയിടുമേ, ക്രീഡയാൽ കാമിച്ചിടയ നോക്കുന്ന മാൻപേടയ്ക്ക് ഇവൾക്കും മിഴിയഴ കുന്നുതാൻ എന്ന് പറയുന്ന ആ പെണ്ണിന്റെ കണ്ണിനെ വർണ്ണിച്ചുകൊണ്ട് പറയുമ്പോൾ, വീണതൻ കുടം പോലാ നിതംബം വീണുരുമ്പുന്ന വേണീകദമ്പം വാരിജാൻ എന്റെ മാറിൽ ആ ലജ്ജാഗോരികങ്ങളെ സ്പന്ദിതമാക്കി എന്ന് വൈലോപ്പിള്ളി പറയുമ്പോൾ, അതിൽ നിന്നെല്ലാം ഭിന്നമായിട്ട് ഇദ്ദേഹം ഈ സ്ത്രീയെ 2 വാചകം കൊണ്ട് അവതരിപ്പിക്കുകയാണ്. അവർ, ആ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീ, അവർ പിസായിലെ ചരിഞ്ഞ ഗോപുരം. അന്ന് എനിക്ക് വായിച്ചു തോന്നിയവർക്ക് വികലാംഗത്വമാണ്, ചരിഞ്ഞ ഗോപുരമായിട്ട് നിൽക്കുകയായിരിക്കും. അവർ പിസായിലെ ചരിഞ്ഞ ഗോപുരം. അടുത്ത ഒറ്റ വരി കൊണ്ട് ആ സ്ത്രീയുടെ സൗന്ദര്യ സാക്ഷാത്കാരം നിർവഹിക്കുകയാണ് ശരത്ചന്ദ്രലാൽ. അവർ ഉസ്താദീസ പണിഞ്ഞ താജ്മഹൽ. ഈ വിധത്തിലുള്ള സ്ത്രീയെ കാണാൻ ഓടി എത്തുമായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. അടുത്ത വരികളിൽ പകൽ പകുതിയായി മടങ്ങി വീഴുമ്പോൾ, ഇന്റർവെൽ ആകുമ്പോൾ
വേഗം അവിടെ എത്തും. കാരണം അവിടെ മുറ്റത്തെ കിണറ്റിലെ വെള്ളം സ്ഫടികം പോലെ എത്ര തെളിഞ്ഞതാണെന്നോ, കുടിക്കണം വെള്ളം, കഴുകണം കൈകൾ, അവരെ കാണുവാൻ ഉപായമെന്തല്ല. കവി തന്നെ പറയുകയാണ്, അവരെ കാണുവാൻ ഉപായമെന്തല്ല. അങ്ങനെ ചെല്ലുമ്പോൾ അവർ വാചാലയാകും. ആ ഏകാന്തതയുടെ വിരസതയുടെ ആ നിമിഷങ്ങളിൽ ഈ കൗമാരത്തിൽ നിൽക്കുന്ന ഈ കുട്ടികൾ, ലാൽ ഉൾപ്പെടെയുള്ളവർ ചെല്ലുമ്പോൾ ഒരു വാചാലയാകും. അവർ കഥകൾ പറയാൻ തുടങ്ങും. മരിച്ച ക്യാപ്റ്റനെ കുറിച്ചും ബോർഡിങ്ങിൽ പഠിക്കും മകളെ കുറിച്ചും ഇങ്ങനെ വാചാലയാകുമ്പോൾ ശരചന്ദ്രലാൽ എന്ന് പറയുന്ന നിഷ്കളങ്കനായ കവി പറയുന്നു, അവരുടെ മുഖം പ്രഭാതമാകുന്നു. ആ സമയത്ത് അവരുടെ മുഖം പ്രഭാതമാകുന്നു, അവരപ്പോൾ സർവം സഹയായി മാറുന്നു. ആ വിധത്തിലുള്ള സ്ത്രീ തിരിച്ച് അദ്ദേഹം ക്ലാസ്സിൽ വന്നിരിക്കുമ്പോൾ രസകരമാണ്. അതെല്ലാം വിട്ടുവിട്ടുകൊണ്ട് ഇങ്ങനെ വാഗ്മയ ചിത്രങ്ങളിലൂടെ രംഗങ്ങളിലൂടെ അവതരിപ്പിക്കും. ക്ലാസ്സിൽ വന്നിരിക്കുമ്പോൾ ചരിത്ര പുസ്തകം തുറന്നു വെക്കുമ്പോൾ എന്താ കാണുന്നത്? അലാവുദ്ദീൻ ഖിൽജി കൊതിച്ച റാണിയായി അവർ മുന്നിൽ മിന്നി തെളിഞ്ഞു നിൽക്കുന്നു, കുതിരകൾ കുളം പഠിച്ചു പോയി. അടുത്ത വരിയിൽ അദ്ദേഹം അതെല്ലാം വിട്ടിട്ട് പറയുന്നു, ഒരു ദിവസം ചെല്ലുമ്പോൾ അവർ പറയുകയാണ്, ഇനി ഇങ്ങനെ വരേണ്ട, കാരണം നാം കരുതും പോലെയല്ല ഇവിടെയുള്ളവർ. തിരിച്ച് മൗനത്തിന്റെ മുറിയിലേക്ക് അവർ കയറിപ്പോകുന്നു. വ്യഥയോടെ അവർ തിരിച്ചു വരുന്നു. ആ അടഞ്ഞ വാതിലും ജനാലയും പിന്നെ തുറന്നു കണ്ടതില്ല എന്ന് പറയുന്നിടത്ത് കവിത അവസാനിക്കുന്നു. അടഞ്ഞ വാതിലും ജനാലയും പിന്നെ തുറന്നു കണ്ടില്ല എന്ന് പറയുന്നിടത്ത് കവിത അവസാനിക്കുമ്പോൾ അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് ദുരൂഹതയിൽ നിർത്തുമ്പോൾ വ്യത്യസ്തമായ ഒരു കവിത, 80കളിൽ അദ്ദേഹം എഴുതിയ കവിത ഇതാ വീണ്ടും ഈ 2008 നമ്മുടെ മുമ്പിൽ തരികയാണ്. ചെരുപ്പ് കുത്തിയുടെ മരണം എന്ന കവിത. ഞാൻ എല്ലാ കവിതകളെ കുറിച്ച് പറയുന്നില്ല, വളരെ ഏതാനും ചില കവിതകളെ കുറിച്ച് പറഞ്ഞുകൊണ്ട്. ചെരുപ്പ് കുത്തി നമ്മുടെ നാട്ടില് ഈ നഗരത്തിന്റെ ഈ തിരക്കിനിടയിൽ, ആ തിരക്കിന്റെ എല്ലാ ഞെരുക്കങ്ങൾക്കും ഇടയിൽ വ്യത്യസ്തനായ ഒരു കഥാപാത്രമാണ് ചെരുപ്പ് കുത്തി. ആളുകൾ കൊണ്ടുകൊടുക്കുന്ന ചെരുപ്പുകളൊക്കെ വാങ്ങിച്ച് അതിനെ അതിന്റെ തോലുരിച്ച് ഇങ്ങനെ കൂട്ടിയിടുന്ന ആ ചെരുപ്പ് കുത്തിയുടെ മരണം ആവിഷ്കരിക്കുന്നു. അത് വളരെ വാചാലമായി സ്വയം സംസാരിക്കുന്ന വരികളാണ്. ചെരുപ്പ് കുത്തി നീ മരിച്ച സത്യമൻ മനസ്സിനുള്ളിലേക്ക് ഇഴഞ്ഞിറങ്ങുമ്പോൾ എനിക്ക് മുന്നിലെ പ്രകാശവൃക്ഷങ്ങൾ കറുത്ത കാറ്റടിച്ചുലഞ്ഞു വീഴുന്നു എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് അദ്ദേഹം പറയും, സമുദ്ര ഗാംഭീര്യം മുഖത്തു നിർത്തി നീ, സമുദ്ര ഗാംഭീര്യത്തോടെ എല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് എല്ലാം അകത്തിട്ടുകൊണ്ട് നിൽക്കുന്ന ചെരുപ്പ് കുത്തി, ചെരുപ്പിൻ തോലുരിച്ച് അകത്തെറിഞ്ഞല്ലോ. ലാലും ഒരു ചെരുപ്പ് കൊണ്ട് കൊടുത്തു, എനിക്കും ശത്രു നീ, പുതുക്കുവാൻ തന്ന ചെരുപ്പിൻ തോലുരിച്ച് അകത്തെറിഞ്ഞല്ലോ. പല നാളും വന്നു പുകഞ്ഞരൻ കണ്ണിൽ പരുഷഭാവത്തിൻ തീ കുടഞ്ഞു നീ, ഒടുവിൽ കോപത്താൽ പടർന്നു കത്തി ഞാൻ. ഏത് ക്ഷമാശീലന്റെയും അവസാനത്തെ കോപം അങ്കുരിക്കുന്ന സമയത്ത് ഒടുവിൽ കോപത്താൽ പടർന്നു കത്തി ഞാൻ, കരുണയില്ലാതെ തിരയടിച്ചു നീ, മടങ്ങിപ്പോന്നു ഞാൻ കടയ്ക്ക് മുന്നിലേക്ക് ഇരമ്പി പിന്നെയും അനേകം ആളുകൾ. കൊടുത്തതില്ല നീ ഒരാൾക്കും ഉത്തരം, മിനുത്ത കത്തിയിൽ തുടച്ചു നിൻകരം. മറന്നു പിന്നെ ഞാൻ ഒരു ദിനം ദിനപത്രം നിവർത്തി നോക്കുമ്പോൾ അകത്തു നിൻ ജഡം. ദുരന്ത വാർത്തതൻ നടുവിൽ നിന്നു നീ പിടഞ്ഞെണീറ്റുവെന്ന് അടുത്തു നിൽക്കുന്നു. എന്നിട്ട് ആ ചെരുപ്പ് കുത്തിയുടെ അവസാന ചിത്രം അദ്ദേഹം വളരെ മികവുറ്റ ഭാഷയിൽ ആവിഷ്കരിക്കുകയാണ്. ദ്രവിച്ച വസ്ത്രവും കരങ്ങളിൽ മൂർച്ചയെഴുന്ന കത്തിയും ഉറച്ച ദൃഷ്ടിയും. ഈ വിധത്തിൽ ബിംബാത്മകമായ കവിതകൾ ആവിഷ്കരിച്ച കവി, ഗ്രാമീണമായ കവിതകൾ ആവിഷ്കരിച്ച കവി. ഇപ്പോ അദ്ദേഹത്തിന്റെ ആദ്യ സമാഹാരത്തിൽ വഴിയിൽ കുടകൾ കൂട്ടി വിളയ്ക്കുന്നു എന്നുള്ള സമാഹാരത്തിലാണ് അറിയിപ്പ് എന്നൊരു കവിതയുണ്ട്. ഒരു ആശുപത്രി ഒരു ഗ്രാമത്തിൽ തുടങ്ങുകയാണ്. 80കളിലൊക്കെ എഴുതിയ കവിതയാണ്. ഗ്രാമത്തിൽ ആശുപത്രി വരുന്നത് വലിയൊരു സംഭവമാണ്. അത് ഗ്രാമീണമായ ഭാഷയിൽ ഇതിൽ ചേർത്തിട്ടില്ല. ആ കവിതയിലെ ചില വരികൾ എനിക്ക് ഓർക്കുകയാണ്. കൂവളശ്ശേരിയിൽ പോയി വരും ബസ് ഒട്ടു നേരം ആസ്പത്രിക്ക് മുന്നിൽ നിർത്തി. കൂവളശ്ശേരി എന്ന് പറയുന്ന ബസ് ആസ്പത്രിയുടെ മുന്നിൽ നിർത്തുകയാണ്. കൂവളശ്ശേരിയിൽ പോയി വരും ബസ് ഒട്ടു നേരം ആസ്പത്രിക്ക് മുന്നിൽ നിർത്തി. എന്താണ് ഒരാൾക്കൂട്ടം എന്ന് ചോദിച്ച ഒരാൾ, ഒന്നുമില്ലണ്ണാത് ആശുപത്രി. പോസ്റ്റ്മാൻ കേരവിക്ക് അത്ഭുതം. കേരവി എന്നാണ് പോസ്റ്റ്മാന്റെ പേര്. പോസ്റ്റ്മാൻ കേരവിക്ക് അത്ഭുതം, പാപ്പനൻ വോട്ടു നിന്ന ആളുകൾ കേട്ടുവന്നു. ഈ വിധത്തിൽ എഴുതുമ്പോഴും സാക്ഷാൽ ശാർദൂല വിക്രീഡിതത്തിൽ ആശാനൊക്കെ എഴുതിയതുപോലെ സ്പഷ്ടം മനുഷ്യഗർഭമൊക്കെ അസ്തമിക്കുന്ന ഇഷ്ടന്മാർ വിരിയുന്നു ഇവിടമാണ് അധ്യാത്മ വിദ്യാലയം എന്നൊക്കെ എഴുതിയതുപോലെ ഉള്ള വരികളും അതാണ് അദ്ദേഹം തെരഞ്ഞെടുത്ത കവിതകൾ എന്ന് പറയുന്നത്. ഇപ്പൊ കച്ചാ ദേവയാനിയുടെ ആ കഥ സ്വതന്ത്രമായി ആവിഷ്കരിക്കുകയാണ്. ശാന്തം ഭൂതലം അന്ധകാര ഭരിതം ശുഷ്കം സമീരസ്വരം ക്ലാന്തം ദിങ്മുഖം അർക്കവർണ്ണരഹിതം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഏഴാച്ചേരി തന്നെ പറഞ്ഞതുപോലെ അശാന്തമംഗലയായ ജീവിതത്തിന്റെ ആർദ്രമൗനങ്ങളിലേക്ക് എന്താണ് അടൽക്കുമളകൾ പൊട്ടിച്ചുകൊണ്ട് ഒഴുകിപ്പോകുന്ന ഒരു തോന്നിയാക്ഷര പുഴ എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാവ്യ സമാനമായ തന്റെ ആ അവതാരികയിൽ ശ്രീ ഏഴാച്ചേരി രാമേന്ദ്രൻ അദ്ദേഹത്തെ ആവിഷ്കരിച്ചിരിക്കുന്നു. പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള കവിത എഴുതിയ ശരത്ചന്ദ്രലാൽ
ശ്രീ ഏഴാച്ചേരി തന്നെ ചോദിച്ചതുപോലെ ആ ചോദ്യം ഞാൻ ആവർത്തിക്കുകയാണ്. അദ്ദേഹത്തിന്റെ അവതാരികയിൽ ചോദിച്ച വളരെ ശ്രദ്ധേയമായ ചോദ്യം, എന്തുകൊണ്ടാണ് ഈ കവി പ്രാന്തവൽക്കരിക്കപ്പെട്ടത്? എന്തുകൊണ്ടാണ് ഈ കവി പാർശ്വവൽക്കരിക്കപ്പെട്ടത്? കവിയരങ്ങുകളുടെ ഒരു കാലഘട്ടത്തിൽ ഒരു കവിയരങ്ങിലും കവിത ചൊല്ലാൻ കയറാത്ത കവിയാണ്, ഇതുവരെ കയറിയിട്ടില്ലാത്ത കവിയാണ് ശ്രീ ശരത്ചന്ദ്രലാൽ. ആ കാലത്ത് അദ്ദേഹം രസത്തിന് എഴുതിയ, തമാശയ്ക്ക് എഴുതിയ ഒരു കവിത ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അത് പ്രസിദ്ധീകരിച്ചിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കവിയരങ്ങുകളെ ആക്ഷേപിച്ചുകൊണ്ട് അദ്ദേഹം എഴുതുകയുണ്ടായി, കുറിക്കുകയുണ്ടായി, കവിയരങ്ങുകൾ 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 വെറും ചിരങ്ങുകൾ എന്നാണ് അദ്ദേഹം പറയുന്നത്. കവികൾ മാന്തുന്ന ചൊറിയരങ്ങുകൾ. അതിന് കുറെ നല്ല വരികൾ അതിന്റെ പിന്നാലെ വരുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തിന്റെ അഭിപ്രായം കവിയരങ്ങുകളെ കുറിച്ച് എന്തായാലും, കവിയരങ്ങുകൾ കടന്നുകൂടാത്ത ഈ കവി പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. തന്റെ ആദ്യ സമാഹാരത്തിൽ അദ്ദേഹം കൊടുത്ത ഒരു മുഖവുരയായി കൊടുത്തൊരു വാചകമുണ്ട്. ആ വാചകം ഇന്നും പ്രസക്തമാണ്. അക്കാലത്തൊക്കെയുള്ള വേദികളിൽ ഞാൻ ആ വാചകം ഉദ്ധരിക്കുകയും ചെയ്തിരുന്നു. പുതിയ മുളകൾ ഉണ്ടാകുന്നില്ല എന്ന് മുറവിളി കൂട്ടുന്നവർ, പുതിയ മുളകൾ ഉണ്ടാകുന്നില്ല എന്ന് മുറവിളി കൂട്ടുന്നവർ പുതിയ മുളകളെ രഹസ്യമായി നുള്ളിക്കളയുന്നവർ. ആ ഒരു സ്വഭാവം എന്തുകൊണ്ടോ ഇപ്പോഴും തുടരുന്നു. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെ ആവാം അദ്ദേഹത്തിന്റെ കവിതകൾ പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു, പ്രാന്തവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. അത് വീണ്ടും ഒരു പുനർചിന്തനത്തിന്, ഒരു പുനർവിചാരത്തിന്, പുനർപരിഗണനയ്ക്ക് രൂപപ്പെടേണ്ട ഒരു അവസ്ഥയാണിത്, ഒരു സന്ദർഭമാണിത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹത്തിന്റെ സ്നേഹം, ഈ കവിതയിലെ പ്രണയം ഒരു വലിയ ഭാവം. പ്രണയത്തെക്കുറിച്ച് മാത്രം, പ്രണയക്കുറിപ്പുകൾ എന്നൊരു പുസ്തകമുണ്ട്, ഞാൻ അതിലേക്ക് വരാം. അതിലദ്ദേഹം പറയും, ഞാനൊരു തുരുമ്പിച്ച തീവണ്ടി യന്ത്രത്തിന്റെ വേദനയോടെ നിന്നെ സ്നേഹിക്കാൻ ശ്രമിക്കുന്നു. കുറെ കഴിഞ്ഞ് അദ്ദേഹം പറയുന്നു, ഞാനൊരു ചികളപ്പൂ കീറിയ മത്സ്യത്തിന്റെ വേദനയോടെ നിന്നെ സ്നേഹിക്കാൻ ശ്രമിക്കുന്നു. പിന്നെ പറയുന്നു, ഞാനൊരു സൂര്യക്കണ്ണ് പൊട്ടിയ പകലിന്റെ വേദനയോടെ നിന്നെ സ്നേഹിക്കാൻ ശ്രമിക്കുന്നു. അവസാനം കവിത അവസാനിക്കുന്നത് ഫ്രോസ്റ്റ് പറഞ്ഞതുപോലെ, ബിഗിൻസ് ഇൻ ഡിലൈറ്റ് ആൻഡ് എൻഡ്സ് ഇൻ വിസ്ഡം എന്ന് ഫ്രോസ്റ്റ് പറഞ്ഞല്ലോ. അതേപോലെ ഞാനിപ്പോൾ ഓരോ മണൽത്തരിയും തിളയ്ക്കുന്ന ഭൂമിയായി നിന്നെ തന്നെ സ്നേഹിക്കാൻ ശ്രമിക്കുന്നു. ആ വിധത്തിൽ സ്നേഹത്തിന്റെ അടങ്ങാത്ത ഒരു കടൽ, അടങ്ങാത്ത ഒരു ആവേശം അദ്ദേഹം ഈ കവിതകളൊക്കെ തന്നെ സൂക്ഷിക്കുന്നുണ്ട്. കാലാധിപത്യമായ സ്നേഹം, ദേശാധിപത്യമായ സ്നേഹം, അതിനെ ആവിഷ്കരിക്കുന്ന കവിതയാണ് മരങ്ങളിൽ മഞ്ഞിൻ പുതപ്പുകൾ. മരങ്ങളിൽ മഞ്ഞിൻ പുതപ്പുകൾ അതൊരു സ്വപ്നമാണ്. റഷ്യയിലെ ഒരു പെൺകുട്ടി അദ്ദേഹം സ്വപ്നം കാണും. റഷ്യയിലെ വീഞ്ഞുശാലയിൽ നിൽക്കുന്ന, ഒരു രാത്രി നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ സ്വപ്നം കാണും. ആ സ്വപ്നം അദ്ദേഹം അതിമനോഹരമായ ഒരു ഭ്രമാത്മകമായ ചിത്രചാരുതയോടെ ആവിഷ്കരിക്കും. കാണില്ല നാളെ ഞാൻ നിന്നെ, നീ എന്നെയും നീല നിറത്തിൽ വിരിഞ്ഞു രാത്രി. വാങ്മയ ചിത്രങ്ങളാണ്, വിഷ്വൽസ് ആണ്. ഗോതമ്പ് പാടങ്ങൾ, മഞ്ഞിന്റെ മർമരം, വീടുകൾക്കുള്ളിൽ മുഷിഞ്ഞ വെട്ടം, ചെമ്പരത്തിപ്പൂ നിറം ചേർന്ന പാവാട, വെള്ളിമേഘത്തിന്റെ കുപ്പായവും പിന്നിയ വാർമുടി തൊപ്പിയും, വേദന തങ്ങി നിൽക്കും രണ്ടു നേത്രങ്ങളും, കണ്ടു ഞാൻ എങ്ങോട്ട് നോക്കിയാലും വയ്യ നിന്നെ വിട്ടെങ്ങും എനിക്ക് പോകാൻ. സ്നേഹമെന്നാൽ ഭോഗതൃഷ്ണയല്ലോമനെ, സ്നേഹമെന്നാൽ ഭോഗതൃഷ്ണയല്ലോമനെ, വേറിപ്പിടിക്കുന്ന തീവ്ര ദുഃഖം, മുന്തിരി വള്ളികൾ പൂക്കുന്ന മുറ്റങ്ങൾ, ചന്ദ്രൻ ഉദിച്ചു തെളിഞ്ഞ മാനം, കാട്ടുമരങ്ങളിൽ മഞ്ഞൻ പുതപ്പുകൾ, കാഴ്ചകളെല്ലാം ചുരുങ്ങി. ഈ വട്ടിൽ പോകുന്ന കവിത എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട നമ്മുടെ പഴയ ഒരു പ്രയോഗമുണ്ടല്ലോ, ഹൃദയ ദ്രവീകരണ ശേഷിയുള്ള എന്നൊരു പ്രയോഗമുണ്ട്. ഇപ്പൊ അങ്ങനെ നോവലുകളെ കുറിച്ച്, കവിതകളെ കുറിച്ച്, വൈകാരികമായ എല്ലാ ആവിഷ്കാരങ്ങളെ കുറിച്ചും പറയുന്ന പഴയ ഒരു പ്രയോഗമാണ് ഹൃദയ ദ്രവീകരണ ക്ഷമമായ. ആ വിധത്തിലുള്ള ഒരു കവിതയാണ് പോസ്റ്റ്മാനും വൃദ്ധയും. ഒരു പോസ്റ്റ്മാനെ കാണാൻ സ്ഥിരമായി വരുന്ന വൃദ്ധ, തനിക്ക് മണി ഓർഡർ ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് സ്ഥിരമായി പോസ്റ്റ്മാൻ അന്വേഷിച്ചു വരുന്ന വൃദ്ധ. പക്ഷേ അവർക്ക് അയാൾ ചോദിക്കുന്നുണ്ട്, താൻ എന്തു ചെയ്യും വൃദ്ധയ്ക്ക് അയക്കാതാരും പണം, വേവുന്ന മനസ്സോടെ പോസ്റ്റ്മാൻ ഇരുന്നു പോയി. അവസാനം ആ പോസ്റ്റ്മാൻ സ്വന്തം കീശയിൽ നിന്ന് ആ ഓണക്കാലത്ത് അയാൾക്ക് കിട്ടിയ ബോണസോ ശമ്പളമോ എടുത്ത് കൊടുക്കുകയാണ്. ഗോപാലൻ നായർ വിക്കിപ്പറഞ്ഞു പണമിത, വേദന വിഴുങ്ങിയ തൻ കൂര മറന്നയാൾ. തന്റെ കുടുംബം മറന്നിട്ട് തനിക്ക് കിട്ടിയ കാശെടുത്ത് ആ സ്ത്രീക്ക് കൊടുക്കുമ്പോൾ ആ കവിത അവസാനിക്കുന്ന രണ്ട് വരികൾ നോക്കുക. എവിടെ പതിക്കണം കൈവിരലടയാളം? വൃദ്ധ ചോദിക്കുന്നു, എവിടെ പതിക്കണം കൈവിരലടയാളം? പറയാനാവാതൊന്നും പോസ്റ്റ്മാൻ വിതുമ്പിപ്പോയി. ഈ വിധത്തിൽ വ്യത്യസ്തമായ ജീവിത തലങ്ങളെ, ആവിഷ്കാര തലങ്ങളെ, ഭാവതലങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ട് അദ്ദേഹം തന്റെ ഈ പുസ്തകം മരങ്ങളിൽ മഞ്ഞിൻ പുതപ്പുകൾ, ഏതാനും കവിതകളുള്ള വളരെ പ്രാതിനിധ്യ സ്വഭാവമുള്ള ഏതാനും കവിതകളെ അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഈ കവിതാ സമാഹാരം നമുക്ക് നൽകുകയാണ്. 80കളിൽ എഴുതിയ കവിതാ സമാഹാരം നമുക്ക് നൽകുകയാണ്.
ഒപ്പം അദ്ദേഹം വേറൊരു പുസ്തകം കൂടെ തരുന്നു, പ്രണയക്കുറിപ്പുകൾ. പറഞ്ഞുവല്ലോ, പ്രണയത്തിന്റെ ഒരു കടൽ മനസ്സിൽ സൂക്ഷിക്കും. ഒരു തീവണ്ടി യന്ത്രത്തിന്റെ തുരുമ്പിച്ച ആ ഹൃദയത്തോടെ നിന്നെ സ്നേഹിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ ആ കവി പ്രണയക്കുറിപ്പുകൾ എന്ന് പറഞ്ഞ് കുറെ വളരെ സ്വകാര്യമായി സൂക്ഷിച്ച, ഏത് കവിത എഴുതിയാലും എന്നെ വന്ന് കാണുകയും ആ കവിതകൾ ഞങ്ങൾ പരസ്പരം ചൊല്ലുകയും ചർച്ച ചെയ്യുകയും ചെയ്യുമായിരുന്നെങ്കിലും എന്നെ പോലും ഒരിക്കലും കാണിച്ചിട്ടില്ലാത്ത കുറെ അധികം പ്രണയക്കുറിപ്പുകൾ അദ്ദേഹം ആവിഷ്കരിച്ചിരിക്കുന്നു. ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് നമ്മുടെ ആരാധ്യനായ പ്രൊഫസർ എം കൃഷ്ണൻ നായർ സാറാണ് ഇതിന് അവതാരിക എഴുതിയിരിക്കുന്നത്. അദ്ദേഹം എഴുതിയ ഏറ്റവും അവസാനത്തെ അവതാരികയും ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം വളരെ ആത്മാർത്ഥമായിട്ട് എഴുതിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ അത് ആവിഷ്കരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, ചിത്രകാരനും നല്ല കവിയുമായ ശ്രീ ശരത്ചന്ദ്രലാൽ പ്രണയക്കുറിപ്പുകൾ എന്ന ഈ ഗ്രന്ഥത്തിലൂടെ ആവിഷ്കരിക്കുന്നത് സ്നേഹത്തിന്റെ അനശ്വര സ്നേഹത്തിന്റെ മുത്തുകളാണ്. ഈ ഗ്രന്ഥത്തിലെ കാമുകനും കാമുകിയും സ്വയം പുഷ്പങ്ങളായി മാറുകയാണ്. അവരിൽ വിടർന്നു നിൽക്കുന്നത് മറ്റൊരു പുഷ്പമായ സ്നേഹമാണ്. മനോഹരമായ വരികൾ അല്ലെ? അത് ആ പുസ്തകം ഇന്ന് ലഭ്യമാണോ? അതാണ് അദ്ദേഹത്തിന് പറ്റിയിരിക്കുന്ന ചില ദുര്യോഗങ്ങളിലും. ഈ പുസ്തകം എന്നോട് വെച്ചിരുന്നെങ്കിൽ നമുക്കത് വാങ്ങാമായിരുന്നു. അത്രയേറെ ഹൃദ്യമായ കവിതകൾ. ഞാൻ ചിലത് വായിക്കാം. വളരെ സ്വയം സംസാരിക്കുന്ന കുറിപ്പുകളെ കുറിച്ച് വേറെ ഒരു വിശേഷണത്തിന്റെ ആവശ്യമില്ല. നീ എൻ്റെ അടുത്ത്, ഏറ്റവും അടുത്ത്, നിന്റെ സീമന്തരേഖയിൽ നിന്ന് താഴേക്ക് എൻ്റെ കൈവിരൽ ഒഴുകുമ്പോൾ, ഒരു വെള്ളച്ചാട്ടം പോലെ ആർത്തലച്ചൊഴുകുമ്പോൾ എന്നെ മുറുകെ പിടിച്ച് വായിൽ വെള്ളം നിറച്ച് നീ എൻ്റെ മുഖത്തേക്ക് വാക്കുകൾ തുപ്പുന്നു. ഈ വെള്ളച്ചാട്ടത്തിൽ ഞാൻ ഒലിച്ചു പോവുകയാണ്. ഒരു കവിതയാണ്. എന്നെ കെട്ടിയിടുക നിന്റെ ഹൃദയത്തിൽ, എന്നെ കെട്ടിയിടുക നിന്റെ ഹൃദയത്തിനുള്ളിൽ എന്നാണ് കവിത. ആ കുറിപ്പ് അവസാനിക്കുന്നത്. വൈക്കോൽ കൂനയ്ക്ക് മുകളിൽ നമുക്കൊരു നട്ടുച്ച, വൈക്കോൽ കൂനയ്ക്ക് മുകളിൽ നമുക്കൊരു നട്ടുച്ച, ആകാശത്തു നിന്ന് പക്ഷിമഴ, കൈവിരലുകൾ കോർത്ത് തമ്മിൽ വെറുതെ നോക്കിക്കിടക്കുന്ന നമ്മൾ, വൈക്കോൽ കൂനയ്ക്കുള്ളിൽ അഗ്നിതലങ്ങൾ, കത്തിയെരിയുന്ന വൈക്കോൽ കൂനയ്ക്ക് മുകളിൽ ഒന്നും അറിയാതെ നമ്മൾ, ഏതു തീയിലും കരിയാത്തതാണ് നമ്മുടെ പ്രണയം. ഇങ്ങനെ എഴുതി പോകുന്ന നിരവധി കവിതകൾ. ഇതിലെ ആമുഖവാചകമാക്കാവുന്ന ഒരു കവിതയുണ്ട്. സ്വയം ഇതിന്റെ ആമുഖം എഴുതിയിരിക്കുന്നത് പോലെ, മുകളിൽ ആകാശം കാണുന്നില്ലേ, അതിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഞാൻ എൻ്റെ പ്രണയക്കുറിപ്പുകൾ എഴുതി വെക്കാം. കവി പറയുകയാണ്, ഒരു പ്രണയക്കുറിപ്പിൽ പറയുകയാണ്, ആകാശത്തിന്റെ അനന്ത നീലിമയും അതിന്റെ അനന്ത വിസ്തൃതി, മുകളിൽ ആകാശം കാണുന്നില്ലേ, അതിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഞാൻ എൻ്റെ പ്രണയക്കുറിപ്പുകൾ എഴുതി വെക്കാം. എന്നാലും തീരില്ല, പിന്നെയും ഉണ്ടാവും ഒരുപാട്. ആ മട്ടിൽ ധാരാളം എഴുതിയിട്ടുള്ള കവിതകൾ. ചില കുറിപ്പുകളൊക്കെ നമുക്ക് വായിക്കുമ്പോൾ കൃഷ്ണനായർ സാറിന്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ ക്ലീശയാണെന്ന് തോന്നാം. പക്ഷേ ഇത് എഴുതിയ കാലഘട്ടം ഓർമ്മിക്കണം. 80കളിലാണ്. ഈ കൊടും വെയിലത്ത് നമുക്കൊരു രാജമല്ലിത്തണൽ, നിന്റെ വസ്ത്രങ്ങൾക്ക്, വളകൾക്ക്, കവിളുകൾക്ക് രാജമല്ലിപ്പൂവിന്റെ നിറം, നിന്റെ കൈവെള്ളകൾക്ക്, കാൽനഖങ്ങൾക്ക്, ചുണ്ടുകൾക്ക് രാജമല്ലിപ്പൂവിന്റെ നിറം, ആകാശത്തേക്ക് നോക്കിക്കിടക്കുന്ന ഞാൻ, നീ എന്നിൽ വേരോടി നിൽക്കുന്ന രാജമല്ലി. ഈ വിധത്തിലുള്ള ധാരാളം കവിതകൾ. ഒരു കുറിപ്പ് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഇതൊന്ന് പിൻവാങ്ങുകയാണ്. നിന്റെ സ്നേഹം ഏറ്റവും പ്രകാശിക്കുന്നത് എന്റെ കൈത്തണ്ടയിൽ ചാഞ്ഞു കിടക്കുന്ന നിന്റെ കണ്ണുകളിൽ ഞാൻ കരിമഷിയിടുന്നു. ഞാൻ അദ്ദേഹത്തോട് ഇന്നലെ ചോദിച്ചത് ഏതുവരെയുള്ള കവിതകളാണ്. പുള്ളി പറഞ്ഞു 92 വരെയുള്ള കവിതകളാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ വിവാഹം ഏത് വർഷമായിരുന്നു? 92-ലായിരുന്നു. 92 വരെയുള്ള കവിതകളാണ്. അതിനുശേഷം അദ്ദേഹം ഇപ്പോഴാണ് പുറത്തെടുക്കാൻ ധൈര്യപ്പെട്ടിരിക്കുന്നത്. 2008 ഒരു വ്യാഴവട്ടമൊക്കെ കഴിഞ്ഞിട്ട്. നിന്റെ സ്നേഹം ഏറ്റവും പ്രകാശിക്കുന്നത് എന്റെ കൈത്തണ്ടയിൽ ചാഞ്ഞു കിടക്കുന്ന നിന്റെ കണ്ണുകളിൽ ഞാൻ കരിമഷിയിടുന്നു. ആ പുരികങ്ങൾ പതുക്കെ കറുപ്പിക്കുമ്പോൾ, ആ നെറ്റിയിൽ പൊട്ടുതൊടുമ്പോൾ, എന്റെ കൈത്തണ്ട കവിഞ്ഞ് താഴേക്ക് ഞാന്നു കിടക്കുന്ന നിന്റെ മുടിച്ചുരുളിൽ ഞാൻ വിരൽ പടർത്തുമ്പോൾ, പിന്നെ ആ നെറുകയിൽ തുരുതുര ഉമ്മ വയ്ക്കുമ്പോൾ, സംശയമില്ല ആകാശം മുഴുവൻ എഴുതിയാലും ഈ കവിക്ക് തന്റെ പ്രണയക്കുറിപ്പുകൾ മിച്ചം ബാക്കി നിൽക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ കവിതകളെ 2 പുസ്തകങ്ങളെ ഞാൻ അവതരിപ്പിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ ഒരു കവിത ഇവിടെ അവതരിപ്പിക്കണം, ചൊല്ലണം എന്ന്. വളരെ ചെറിയൊരു കവിത കൂടി ചൊല്ലിക്കൊണ്ട് പറഞ്ഞുകൊണ്ട്, അങ്ങനെ ഒരു ചൊല്ലേണ്ട ആവശ്യമില്ല, അദ്ദേഹം ചൊൽക്കാഴ്ചകളുടെ കവിയല്ല, എങ്കിലും ശക്തമായൊരു കവിത. 80കൾ അദ്ദേഹം ദേശാഭിമാനി വാരികയിൽ തന്നെ എഴുതിയ ഒരു കവിത, വിശപ്പ്. ഇതിൽ കൂടുതൽ വിഷാദാത്മകമായും ബീഭത്സാത്മകമായും വിശപ്പിനെ അവതരിപ്പിക്കാൻ കഴിയില്ല എന്നെനിക്ക് തോന്നുന്നു. ആ കവിത കൂടെ അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. വിശപ്പ്. വിശക്കും നമ്മെ
കുഞ്ഞു കരഞ്ഞു. വിശക്കുന്നമ്മേ കുഞ്ഞു കരഞ്ഞു. പറഞ്ഞമ്മ നമുക്കു നിലം വാങ്ങാൻ പോയിരിക്കയാണച്ഛൻ. നമുക്കു നിലം വാങ്ങാൻ പോയിരിക്കയാണച്ഛൻ. തറയിൽ വിരിച്ചിട്ടൊരാശ്വാസപ്പനമ്പായി നിറക്കണ്ണുകൾ പൊട്ടിക്കിടന്നു പാവം പൈതൽ. തറയിൽ വിരിച്ചിട്ടൊരാശ്വാസപ്പനമ്പായി നിറകണ്ണുകൾ പൂട്ടിക്കിടന്നു പാവം പൈതൽ. നീറുന്ന നെരിപ്പോടിൽ പിന്നെയും നാളം നീണ്ടു. ഞാനിപ്പോൾ ചാവും വിശപ്പത്രയ്ക്കു വളർന്നമ്മേ. ഞാനിപ്പോൾ ചാവും വിശപ്പത്രയ്ക്കു വളർന്നമ്മേ. സാരമില്ലച്ഛൻ പോയി വിത്തിടാൻ, സാരമില്ലച്ഛൻ പോയി വിത്തിടാൻ. വാക്കിൻ വിശുപാളയാൽ കുഞ്ഞിൻ വിശപ്പൊതുക്കാൻ ശ്രമിച്ചമ്മ. വാക്കിൻ വിശുപാളയാൽ കുഞ്ഞിൻ വിശപ്പൊതുക്കാൻ ശ്രമിച്ചമ്മ. വിശക്കും നമ്മെ വീണ്ടും നൊമ്പരം ശബ്ദിച്ചപ്പോൾ, വീണ്ടും നൊമ്പരം ശബ്ദിച്ചപ്പോൾ. വയലിൽ വിളഞ്ഞല്ലോ നെല്ലെന്നു പറഞ്ഞമ്മ. വയലിൽ വിളഞ്ഞല്ലോ നെല്ല് എന്നു പറഞ്ഞമ്മ. വിളകൊയ്യിക്കാൻ അച്ഛൻ പോയതാണല്ലോ, വിളകൊയ്യിക്കാൻ അച്ഛൻ പോയതാണല്ലോ. കുഞ്ഞിൻ വിറയ്ക്കും ശരീരത്തെ പുതപ്പിൽ മറച്ചമ്മ. വയറ്റിൽ വീണ്ടും താണശൂലങ്ങൾക്കുള്ളിൽ നിന്നും, വയറ്റിൽ വീണ്ടും താണശൂലങ്ങൾക്കുള്ളിൽ നിന്നും തെറിച്ചു ദീനസ്വരം. എനിക്ക് വിശക്കുന്നു. കറ്റകൾ മെതിപ്പിക്കാൻ അച്ഛൻ ഉത്സാഹിക്കുന്നു. കറ്റകൾ മെതിപ്പിക്കാൻ അച്ഛൻ ഉത്സാഹിക്കുന്നു. കത്തിച്ചു വെച്ചു കുഞ്ഞിൻ തലയ്ക്കൽ വിളക്കമ്മ. കത്തിച്ചു വെച്ചു കുഞ്ഞിൻ തലയ്ക്കൽ വിളക്കമ്മ. ഒട്ടിയ വയറോടെ വെറും കൈയോടെ തളർന്നച്ഛനെത്തിയ നേരം. ഒട്ടിയ വയറോടെ വെറും കൈയോടെ തളർന്നച്ഛനെത്തിയ നേരം പറഞ്ഞു, വിശന്നിവൻ ചത്തല്ലോ. നന്നായി നന്നായി നമുക്കിവനെ തിന്നാം. വെട്ടുകത്തി കൊണ്ടച്ഛൻ മാംസത്തുണ്ടുകൾ ഭാഗം വെച്ചു. കഥോസരിക്കുക. വെട്ടുകത്തികൾ കൊണ്ട് സ്വന്തം കുഞ്ഞിന്റെ മാംസം ഭാഗം വയ്ക്കുന്ന പിതാവിനെ അവതരിപ്പിച്ചുകൊണ്ട് വിശപ്പെന്ന കവിത അവസാനിക്കുമ്പോൾ ഈ രണ്ടു കവിതാ സമാഹാരങ്ങളും, ശരത്ചന്ദ്രലാലിന്റെ ഏറ്റവും പുതിയ രണ്ട് കവിതാ സമാഹാരങ്ങളും ഏറ്റവും പഴയ കുറെ കവിതകളും നിങ്ങൾക്ക് വിട്ടു തന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. തീർച്ചയായിട്ടും ഇത് ഞാൻ പ്രതീക്ഷിച്ചതിൽ കൂടുതൽ നന്നായിട്ടുണ്ടായിരുന്നു. ഒരു ശരത്ചന്ദ്ര ലാൽ എൻ്റെ ഒരു പഴയ സുഹൃത്താണ്. എത്രയോ വർഷമായിട്ട് എനിക്കറിയാം. അദ്ദേഹത്തിൻ്റെ പല കവിതകൾക്ക് ഞാൻ ചിത്രം വരച്ചിട്ടുണ്ട്. പുസ്തകമാക്കിയ സമയത്ത് ഞാൻ പലതും വായിച്ചിട്ടുണ്ട്. അതിനുശേഷം രണ്ട് കവിതകൾ വായിച്ചു. ഈയിടെ പുസ്തകം തന്നപ്പോൾ ഞാൻ കുറേ കൂടി വായിച്ചപ്പോഴാണ് അദ്ദേഹം ആരാണെന്ന് മനസ്സിലായത്. പുറമേ കണ്ടൊരു വളരെ വിനയത്തോടുകൂടി പാവം, ആരെയും ശ്രദ്ധിക്കാതെ, ആരും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു കവിയാണ്. ഇങ്ങനെ നടന്നാൽ മതിയോ എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. ഇതിൽ കൂടുതൽ എന്താ വേണ്ടതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ശബ്ദമല്ല കവിത. മുമ്പ് പറഞ്ഞതുപോലെ ഞാനും ശരത്ചന്ദ്രലാലിൻ്റെ ഒരു അഭിപ്രായമാണ്, കവിത വായിക്കാനുള്ളതാണ്, പാടാനുള്ളതല്ലാന്ന് ഞാൻ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷേ ഞാൻ പ്രിയ സുഹൃത്ത് വിനയത്തെ നിർത്തിക്കൊണ്ട് പറയാണ്, അത് എതിരായിട്ടല്ല പറയുന്നത്, ഞാൻ അതിൽ വിശ്വസിക്കുന്നു. കാരണം ഒരു കലാസൃഷ്ടി, അത് ചിത്രമായാലും ശില്പമായാലും ഏത് സംഗീതമായാൽ പോലും നിശബ്ദമായ ഏകാന്തമായൊരു അന്തരീക്ഷത്തിലാണ് നമുക്ക് പലപ്പോഴും അത് ആസ്വദിക്കാൻ സാധിക്കുന്നത്. കവിത എഴുതുന്നവരും ചിത്രം വരയ്ക്കുന്നവരും ഏകാന്തതയിലും ഒറ്റപ്പെട്ടിരുന്നിട്ടാണ് ചെയ്യുന്നത്. ഞാൻ ചിലപ്പോൾ
ചിത്രം വരക്കുന്നതും ശില്പം ചെയ്യുന്നതൊക്കെ വീട്ടിൽ ഭാര്യ പോലും അറിയാതെ ഒറ്റപ്പെട്ടിരുന്നിട്ട് ചെയ്യുകയാണ്. കാരണം അതെന്തോ ഒരു ഈ പ്രണയ കാവ്യം പോലെ തന്നെയാണ് അവിടെ നടക്കുന്നത്. വേറെ ഞാനും ആ കലാമാധ്യമമായിട്ടൊരു സംഭവം പോലെയാണ് ശരിയായിട്ട് നടക്കുന്നത്. ഇത് വളരെ രഹസ്യമായിരിക്കണം നടത്തും ഈ കാര്യം. പിന്നെ വേറൊരു കാര്യം, ചിത്രം വരയ്ക്കുന്നൊരു കവിയാണ്. അതിൽ ആ ഒരു വ്യത്യാസം അദ്ദേഹത്തിൻ്റെ കവിതയിൽ എനിക്ക് വളരെ വ്യത്യസ്തമായി കാണാൻ പറ്റും. കവിതകൾ പലതും ചിത്രം വരയ്ക്കുന്ന പോലെ ഈ ഒരു ഇമേജ് ഉണ്ടാക്കിയിട്ടുണ്ട് പലതും. നല്ല രസമായിട്ടുണ്ട്. കാരണം വര എന്ന് പറഞ്ഞാൽ രണ്ടുമാണ്. ഈ വര അക്ഷരവും ആക്കാം, അതേപോലെ രൂപവും രണ്ടും ആക്കാം. ഒരു ആനയെ വരയ്ക്കുന്ന അതേ കൈകൊണ്ടാണ് ആന എന്ന് ഇവിടെ ശരത്ചന്ദ്രൻ എഴുതുന്നത്. അപ്പോൾ ഒരു കലാകാരൻ്റെ വിഷ്വലൈസേഷൻ ഈ കവിതകളിൽ ധാരാളമുണ്ട്. അതൊരു പ്രത്യേകതയായിട്ട് എനിക്ക് പലപ്പോഴും തോന്നുന്നു. കാരണം നന്നായിട്ട് ചിത്രം വരയ്ക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഇൻഡസ്ട്രേഷൻ കണ്ടത്. അത് തീർച്ചയായിട്ടും അത് അദ്ദേഹത്തിൻ്റെ കവിതയിൽ ഒരു പുതിയ ഡയമെൻഷൻ ഉണ്ടാക്കാൻ സഹായിച്ചിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും അത് കൂടുതൽ ശ്രദ്ധിക്കണം നമ്മുടെ ഒരു അഭ്യർത്ഥനയാണ്. കാരണം ചിത്രത്തിൽ കൂടി വിഷ്വലായിട്ട് തന്നെ വരുന്നത് വാക്കുകൾ വരുമ്പോൾ അതിന് കുറേ കൂടി ഡയമെൻഷൻ ഉണ്ടാക്കാൻ പറ്റും. അതിന് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും ഞാൻ അദ്ദേഹത്തിന് ഇനി വരാൻ പോകുന്ന കാലത്ത് തീർച്ചയായിട്ടും അദ്ദേഹത്തെ നമ്മൾ ശ്രദ്ധിക്കും. ഇപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട്, പക്ഷേ ശ്രദ്ധിക്കപ്പെടുന്നില്ല കാര്യമായിട്ട്. മാധ്യമങ്ങളാണ് നമ്മളിവിടെ എല്ലാം ചെയ്യുന്നത് നമുക്കറിയാം. മാധ്യമങ്ങളൊന്നും ഇല്ലാത്തൊരു കാലത്താണ് നമ്മുടെ പാരമ്പര്യം കവിതകളും ഈ പറഞ്ഞ എല്ലാം വളരെ സമ്പുഷ്ടമായി വളർന്നത്. മാധ്യമം വന്നതിന് ശേഷം നമ്മൾ വളരുന്നുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നില്ല. ഇന്ന് കാണുന്ന പല മാധ്യമങ്ങളിൽ വരുന്ന കാര്യങ്ങളും ആ മാധ്യമത്തോടൊപ്പം തന്നെ അത് തോന്നും ഉദ്ദേശിക്കുന്നുണ്ട്. ഒരാഴ്ച കഴിഞ്ഞാൽ പിന്നെ അതാരും ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ അത് തീർച്ചയായിട്ടും ഈ ഒരു ആത്മവിശ്വാസം ആത്മധൈര്യവും ഉണ്ടാകണം, തുടരണം. അതുകൊണ്ട് യാതൊന്നും നിരാശപ്പെടേണ്ട ആവശ്യമില്ല. നമ്മുടെ പഴയ വാമൊഴി സംസ്കാരം മാത്രം മനസ്സിൽ വെച്ച് എഴുതിയാൽ മതി. നമസ്കാരം. പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയുന്നതിൽ ഒരു സഹോദര തുല്യമായ സംതൃപ്തിയുണ്ട്. എൻ്റെ പഴയ ഒരു സുഹൃത്താണ് ശരത്ചന്ദ്രൻ. പഴയ സൗഹൃദങ്ങൾക്ക് പഴക്കമില്ലെന്നുള്ളതാണ്. ചിലപ്പോൾ ഇന്നലെയോ ഇന്നോ ഒക്കെയുള്ള സൗഹൃദം പെട്ടെന്ന് തന്നെ മുഷിഞ്ഞു പോകാം. പഴയ സൗഹൃദങ്ങൾക്ക് അങ്ങനെ ഒരു മുഷിച്ചിൽ സംഭവിക്കുന്നില്ല. ആ ഒരു സൗഹൃദത്തിൻ്റെ പ്രചോദനത്തിലും പ്രേരണയിലുമാണ് ഇവിടെ നിൽക്കുന്നത്. ഈ പുസ്തക പ്രകാശനത്തിന് വേണ്ടി പല ദിവസങ്ങൾ തീരുമാനിച്ചിരുന്നതാണ്. അതിങ്ങനെ പല പ്രാവശ്യം മാറ്റി നീട്ടിയൊക്കെ പോകുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ അതിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതാണ്. പക്ഷേ ഈ സൗഹൃദത്തിൻ്റെ ഒരു ആകർഷണം, കാന്തശക്തി കൊണ്ടാണ് തീർച്ചയായിട്ടും അതിൽ പങ്കെടുക്കണം എന്നുള്ളൊരു നിർബന്ധത്തോടുകൂടി ഞാൻ പങ്കെടുത്തത്. ആ നിരന്തരം ഞങ്ങൾ കാണുമായിരുന്നൊരു കാലമുണ്ടായിരുന്നു. പക്ഷെ ഞാൻ 91 കോട്ടയത്ത് പോയതിന് ശേഷം മിക്കവാറും തിരുവനന്തപുരത്തേക്ക് വളരെ അപൂർവമായിട്ടേ വന്നിട്ടുള്ളൂ. പിന്നെ കോട്ടയം മുതൽ അങ്ങോട്ടാണ് പാല, കാഞ്ഞിരപ്പള്ളി, തൊടുപുഴ, വാഗമൺ, അങ്ങനെ അങ്ങോട്ടങ്ങോട്ട് പോയി ഈ നേരിട്ട് കാണുന്ന ആ ഒരു സൗഭാഗ്യം നഷ്ടമായി എന്ന് ഇതുകൊണ്ടാണ്. വീണ്ടും ഇവിടെ വന്നപ്പോൾ ഞാൻ ആദ്യം ഒരു എൻ്റെ വിലാസവും ടെലിഫോൺ നമ്പരും ഒന്നും ആരെയും അറിയിക്കാതെ രഹസ്യമായിട്ടാണ് കഴിഞ്ഞതെങ്കിലും പതുക്കെ അത് പരസ്യമായി സ്വയം അറിഞ്ഞ് ശരത്ചന്ദ്രൻ എന്നെ കണ്ടുപിടിക്കുകയും ഒക്കെയാണ് ചെയ്തത്. ഇതയുടെ പിറവിക്ക് മുമ്പും പിമ്പും ഒക്കെ ഒപ്പം നടന്ന സുദർശൻ വളരെ സ്നേഹപൂർവ്വം സഹൃദയ സമ്പന്നമായി നന്നായിട്ട് വിദഗ്ധമായിട്ട് ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു, അവതരിപ്പിച്ച് കഴിഞ്ഞു. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ വിശദം ഞാൻ പോകേണ്ട കാര്യമില്ല. വൈലോപ്പള്ളിയുടെ ഒരു ചെറിയ കവിതയിൽ, കുന്നുമണി എന്ന് പറയുന്ന ഒരു ചെറിയ കവിതയിൽ, നഗരത്തിലൊക്കെ ജോലി കഴിഞ്ഞ് നാട്ടിൻപുറത്തേക്ക് പോകുമ്പം പിന്നെ പിറ്റേന്ന് ഉടനെ തന്നെ നഗരത്തിലേക്ക് പോകണം. അതിനിടയിൽ ഉള്ള ഒരു പ്രത്യേകമായ ഈ ഗ്രാമ നഷ്ട സൗഭാഗ്യങ്ങളെ, പ്രണയ സ്മൃതികളെ, ഗ്രാമീണ ജീവിതത്തിൻ്റെ നന്മകളെ ഒക്കെ പറ്റി ഒരു കുഞ്ഞുമണിയിലൂടെ കാണുന്ന ഒന്നാണ്. അവർക്കൊക്കെ ഇടശ്ശേരിക്കും വൈലപ്പള്ളിക്കൊക്കെ അന്നൊരു കമ്പിത്തൂണോ പാലോ ഒക്കെ വന്നാൽ അത് വലിയ കുഴപ്പമാണ്. സാംസ്കാരികമായ അധിനിവേശത്തിൻ്റെ ഭയപ്പെടുത്തുന്ന ചിഹ്നങ്ങളായിട്ടാണ് അന്ന് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ വയലിൽ ഈ പ്രശാന്തമായ ഗ്രാമത്തെ നഗരത്തിൻ്റെ ഈ ബഹളങ്ങളൊക്കെ അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കമ്പിത്തൂണൊക്കെ വന്നിരിക്കുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് അവിടെ പറയുന്നത്, എന്നിരിക്കലും ഇനി പുലർവേലിയിൽ കൊച്ചു തെന്നലിന് ആരോമലാം ഇല ചൂടുന്നൊരു കുന്നി
ചെപ്പുകൾ തുറന്ന് എന്നെ കാണിച്ചു വൈപ്പോയോരൻ നൽ പുലർകാലത്തിലെ പൊന്മണി മാണിക്യങ്ങൾ എന്നിരിക്കിലുമിങ്ങി പുലർവേലിയിൽ കൊച്ചു തെന്നലിന് ആരോമലാ വില ചൂടുന്നൊരു കുന്നി ചെപ്പുകൾ തുറന്ന് എന്നെ കാണിച്ചു പൊയ്പോയോരൻ നൽ പുലർകാലത്തിലെ പൊന്മണി മാണിക്യങ്ങൾ എന്നകം പൊട്ടി ചോരക്കണ്ണീര് പൊടിക്കെ ആ കണ്ണെഴുതിയ ബാല്യസഖിയെ ചുംബിച്ചു ഞാനെന്ന് പറയുന്നു. അപ്പോൾ അതൊരു സന്തോഷമാണോ സങ്കടമെന്നോ പറയാനാവാത്ത ഒരു ഇതിലാണ്. ഈ ചെപ്പ് തുറന്ന് കാണിക്കുന്നതിന് സൂചിപ്പിക്കുന്ന ഒരുപാട് നിബിഡതകളുണ്ട്, നിറവുകളുണ്ട്, ഒട്ടും അർത്ഥം മനസ്സിലാക്കാൻ വിഷമില്ലാത്ത വാക്കുകളുമുണ്ട്. എന്നാൽ അനുഭവിച്ചവർക്ക് മാത്രം മനസ്സിലാകുന്ന രീതിയിൽ എന്നകം പൊട്ടി ചോര കണ്ണീര് പൊടിക്ക് ആ കണ്ണെഴുതിയ ബാല്യസഖിയെ ചുംബിച്ചു ഞാനെന്ന് പറയുന്നുണ്ട്. ഒരു തരത്തിൽ ഇതിലെ ഈ മരങ്ങളിൽ മഞ്ഞിൻ പുതപ്പുകൾ എന്നുള്ള കവിതകളിൽ പഴയ കവിതകളാണെങ്കിലും സംഹരിച്ചിരിക്കുമ്പോൾ അത്തരത്തിൽ നൊമ്പരത്തിൻ്റെ കുറവുകളും പൊടിപ്പുകളും ഇടങ്ങളും നേരങ്ങളും ഒക്കെ ഉള്ള അനുഭൂതികളെയാണ് ഇവിടെ ശില്പങ്ങളാക്കി കൊണ്ട് വന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു അനുപൂരക സ്വഭാവമുള്ളതാണ് ഇതിലെ പ്രണയ കുറിപ്പുകൾ. ഇവ രണ്ടും ചേർന്ന് ഒരു സമ്പന്നമായ ഒരു കവിതയുടെ സാന്നിധ്യമായിട്ടിത് വരുന്നു. ശരത്ചന്ദ്രൻ, അഗസ്റ്റിൻ ജോസഫ്, ആത്മഹത്യ ചെയ്ത ടി ഗുഹൻ, അങ്ങനെ ഒരുപാട് ജയപ്രകാശ് അങ്കമാലി, അങ്ങനെയുള്ള ഒരുപാട് കവികൾ ആ തലമുറയിൽപ്പെട്ടവർ ഒരുപക്ഷെ ആ തലമുറയിലെ കാവ്യ ചർച്ചകളിൽ പലപ്പോഴും ഇടം കിട്ടാതെ പോയിട്ടുണ്ട്. ഇപ്പോൾ അഗസ്റ്റിൻ ജോസഫ് ഇതുപോലെ കുറേ കാലം കഴിഞ്ഞ് ഇപ്പോൾ വളരെ പുഴയെ പറ്റിയുള്ള നീണ്ട ഒരു കാവ്യമൊക്കെ ആയിട്ട് വളരെ പ്രസക്തമായൊരു പുസ്തക പ്രസാധനവുമായിട്ട് ഇപ്പോഴും ഉണർന്നു വരുന്നു. ഏഴാശ്ശേരി സൂചിപ്പിച്ചിട്ടുള്ള ഒരു വിയോഗം എന്നുള്ള കവിത എനിക്കും വളരെ ഈ സമാഹാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കവിതയായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ഇവിടെ പറഞ്ഞ് സ്നേഹിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള കവിത, ആ രണ്ട് കവിതയാണ് ആ സംഹാരത്തിൽ എനിക്ക് ഏറ്റവും മെച്ചപ്പെട്ടതായിട്ട് തോന്നിയത്. അതിവിടെ രണ്ടും മിക്കവാറും പറയുകയും വായിക്കുകയും ചെയ്ത് കഴിഞ്ഞു. ഈ ഒരുപാട് തരത്തിലുള്ള വൈവിധ്യങ്ങളും ആവിഷ്കരണ വൈവിധ്യങ്ങളും ഒക്കെ ഈ കവിതയ്ക്കുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് നമ്മുടെ കൂടെ വന്നിട്ട് പിന്നെ ഒരു സ്വന്തം വള്ളിക്കുടിലിരുന്നോ വള്ളക്കടവിലിരുന്നോ അവിടെ തന്നെ അങ്ങനെ കഴിഞ്ഞ ഒരവസ്ഥ തീർച്ചയായിട്ടും ഈ കവിക്ക് വന്നിട്ടുണ്ട്. മറ്റേതൊക്കെ ഒരു എല്ലാ ജീവിതത്തിലും കവിതയുടെ ശ്രദ്ധ, അംഗീകാരം, അതിൽ ഭാഗ്യത്തിൻ്റെ അംശമുണ്ട്, നമ്മുടെ തന്നെ ഇതിൻ്റെ ഒക്കെ അംശമുണ്ട്. അത് മിശ്രമാണ്, അതിൻ്റെ കാരണങ്ങൾ വളരെ സങ്കീർണമാണ്. എങ്കിലും പൊതുവെ ആനുകാലികങ്ങൾ ഈ സെൻസേഷണലിസത്തിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുകയും അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളിൽ വേദികളിലേക്ക് വരികയും ഒക്കെ ചെയ്യുന്നത് കൊണ്ടാണ്. ഒന്നൊരു ദോഷം അല്ല, നമ്മുടെ പാർട്ടിക്കാർ കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ടോ ജാതിക്കാർ കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ടോ ബന്ധുക്കൾ കൊണ്ടാമെന്ന് പറഞ്ഞുകൊണ്ടോ മാത്രം നമ്മളൊരിക്കലും കവി ആകുകയില്ല. പിന്നീട് വായിക്കുക, അത് അച്ചടിച്ച് വരികയാണെങ്കിൽ അവിടെ പുസ്തകം ഉണ്ടെങ്കിൽ പിന്നീട് അത് വായിക്കും. ആരും നോക്കാനില്ലാത്ത ഇടപ്പള്ളിയെ ഇപ്പം നമ്മൾ വീണ്ടും അടുത്തിയെന്ന് എടുത്തുകൊണ്ട് നടക്കുന്നു. പ്രത്യേകിച്ച് ബന്ധുക്കളൊന്നും ഇല്ലാത്ത, അത്രയും ഓർക്കുന്നില്ല. ഇതെല്ലാം ഓടക്കുഴൽ അവാർഡുണ്ടായിട്ടും സാഹിത്യ പരിഷത്തിൻ്റെ നിയന്ത്രണം ഉണ്ടായിട്ടും ശങ്കരക്കുറുപ്പിൻ്റെ കവിതകളെ അത്രയും ചെയ്യുന്നില്ല. അപ്പോൾ അത് പിന്നീട് വരുന്ന ഒരു കാലത്ത് വരെ ഈ വരുന്ന വർഷങ്ങളിൽ പുതിയ കവിതകളുടെ ഒരു വലിയ സഞ്ചാരവുമായിട്ട് നമ്മുടെ മലയാളത്തിലെ മുൻനിരയിലേക്ക് ശരത്ചന്ദ്രലാൽ പ്രവേശിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അപ്പോൾ ഞാൻ ദേശാഭിമാനിയിൽ വരുമ്പോൾ ശരത്ത് അവിടെ ഉണ്ട്. അപ്പോൾ ശരത്ത് എനിക്കൊരു സമീപ കാഴ്ചയായെങ്കിലും ശരത്തിലെ കവി ഒരു ദൂരക്കാഴ്ചയായി തന്നെ നിൽക്കുന്നു. ഇപ്പം ശരത്ത് കവിത എഴുതും എന്ന് പറയുമ്പോൾ ഞാൻ ഒരു കവിതയും വായിച്ചിട്ടില്ല. അവിടെ ചെല്ലുന്ന ആ സമയം വരെ ശരത്തിൻ്റെ കവിതകളൊന്നും തന്നെ ഞാൻ വായിച്ചിരുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യത്തെ ആ ഒരു കൂലംകുത്തി ഒഴുകൽ, കവിതയുടെ ആ കൂലംകുത്തി ഒഴുകലിന് ശേഷം അല്പാൽപ്പം പരന്നൊഴുകി ശാന്തമാവുന്ന ഒരു ഘട്ടത്തിലാണ് ഞാൻ ദേശാഭിമാനിയിൽ ചെല്ലുന്നത്. അപ്പോൾ വളരെ ചുരുക്കം കവിതകളെ പിന്നെ ശരത്തിൻ്റെതായി വന്നുകൊണ്ടിരുന്നുള്ളൂ.
അപ്പോൾ ഈ കവിതയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോൾ ശരത്ത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ എനിക്ക് തന്നത്. ആ പുസ്തകങ്ങൾ വായിച്ച് ആദ്യമൊക്കെ വന്നിട്ടുള്ള എനിക്ക് തോന്നുന്ന ആ കാമ്പസ് കാലഘട്ടവും പിന്നെ അതിനോടനുബന്ധിച്ച് ഉണ്ടാകുന്ന ആ വർഷങ്ങളിലെ ചില കവിതകളുമാണ്. അത് വായിച്ചപ്പോൾ ഇവിടെ വിനയേന്ദ്രൻ സാർ പറഞ്ഞ പോലെ വല്ലാത്ത ഒരു അനുഭൂതിയാണ് ആ ഭാഷ എനിക്ക് സമ്മാനിച്ചത്. ഈ പുതുമഴയ്ക്ക് ശേഷം ഉണ്ടാകുന്ന പുതിയ പൂക്കൾ പോലെയോ നാമ്പ് പോലെയോ ഒക്കെ ഉണ്ടാകുന്ന ഒരുതരം വല്ലാത്ത ഒരു പൊട്ടിത്തെറിക്കുന്ന രീതിയിലുള്ള ഒരുതരം ഭാഷ ആയിട്ട് ശരത്തിൻ്റെ കവിതകൾ എനിക്ക് അനുഭവപ്പെട്ടു. ഇപ്പം ഞാൻ വിചാരിച്ചു ഇത്രയും ഭാഷാ നൈപുണ്യമുള്ള ഒരു കവി എന്തുകൊണ്ടാണ് മറ്റുള്ള കവികൾക്കൊപ്പം മുന്നിലേക്ക് വരാതിരുന്നത് എന്നൊരു സംശയം എനിക്ക് അപ്പോൾ തന്നെ തോന്നിയിരുന്നു. പിന്നീട് ഞാൻ ശരത്തിനെ പഠിക്കുകയും ശ്രദ്ധിക്കുകയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് തോന്നിയത് ആൾ പൊതുവെ ഒരു വളരെ എല്ലാം ഉള്ളിലൊതുക്കി പിൻവലിയുന്ന ഒരു സ്വഭാവക്കാരനാണ്. മുന്നിലേക്ക് വന്ന് എന്തെങ്കിലും വിളിച്ചു പറയുന്ന ഒരു സ്വഭാവം ശരത്തിന് അന്നുമില്ല എന്നുമില്ല. അതാണോ ഒരു കാരണം? അത് മാത്രമല്ല ശരത്തിൻ്റെ പുസ്തകങ്ങൾ നമ്മൾ ഏത് ബുക്ക് സ്റ്റാളിൽ ചെന്ന് ചോദിച്ചാലും നമുക്ക് കിട്ടില്ല എന്നുള്ള വലിയൊരു പരിമിതിയുണ്ട്. അത് ശരത്തിൻ്റെ തന്നെ സ്വന്തമായിട്ടുള്ള ആ ഒരു വലയത്തിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ സ്വന്തമായിട്ട് തന്നെ അച്ചടിക്കുന്നതാണോ എന്ന് എനിക്കതിനെക്കുറിച്ച് വ്യക്തമായി അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ആ വിധത്തിൽ അത് വായിക്കപ്പെടാനുള്ള ഒരു സാധ്യതയും വളരെ പരിമിതമാണ്. വളരെ വ്യാപകമായി വായിക്കാനുള്ള ഒരു സാധ്യത ശരത്തിൻ്റെ പുസ്തകങ്ങൾക്കില്ല എന്ന് ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പുതിയ പുസ്തകങ്ങളെക്കുറിച്ച് ഞാൻ അങ്ങനെയൊന്നും കേൾക്കുകയോ വായനയിൽ അങ്ങനെ എഴുത്തിൽ അങ്ങനെ സജീവമാണെന്ന് തോന്നുകയോ ഉണ്ടായില്ല. ഇപ്പോൾ ഇവിടെ പ്രകാശനം ചെയ്ത 2 പുസ്തകങ്ങളിൽ നേരത്തെ സുദർശനം പറഞ്ഞിരുന്നു. അതിലെ കവിതകൾ മിക്കതും നമ്മൾ നേരത്തെ തന്നെ എനിക്കും വായിക്കാൻ കിട്ടിയിട്ടുണ്ട്. നേരത്തെ തന്നെ ശരത്ത് തന്ന പുസ്തകങ്ങളിലൂടെ ഞാൻ വായിച്ചിട്ടുള്ള കവിതകളാണ്. എങ്കിലും അതിൽ 2-3 കവിതകൾ എനിക്ക് ഇപ്പോഴും പ്രസക്തമായിട്ട് തോന്നുന്നുണ്ട്. ഒന്ന് 6 പൂവൻകോഴികൾ എന്ന മാതൃഭൂമിയിൽ അച്ചടിച്ചു വന്ന ഒരു കവിത. പിന്നെ അതുപോലെ തന്നെ വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും എന്ന് പറയുന്ന ഒരു കവി. പക്ഷേ ഈ കവി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ഇത്രയും സുപരിചിതനായതുകൊണ്ട് എന്നെ ആകർഷിച്ചത് ആ പ്രണയക്കുറിപ്പുകളാണ്. അതിന് പ്രത്യേകിച്ച് കാരണമുണ്ട്. അതായത് പ്രണയിച്ച് വിവാഹം കഴിച്ച ഒരാളാണ് ശരത്ത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇത്രയും പ്രണയമൊക്കെ ഉണ്ടോ, ചിലപ്പം ചിരപരിചിതനായതുകൊണ്ട് അങ്ങനെ ഒരു സംശയം വരുന്നതായിരിക്കും. ഇത്രയും പ്രണയമൊക്കെ ശരത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു എന്ന് എനിക്ക് സംശയം തോന്നുന്ന വിധത്തിൽ കൊടും വെയിലത്ത് നമുക്കൊരു രാജമല്ലി തണൽ, നിന്റെ വസ്ത്രങ്ങൾക്ക്, വളകൾക്ക്, കവിളുകൾക്ക് രാജമല്ലി പൂവിൻ്റെ നിറം, നിന്റെ കൈവെള്ളകൾക്ക്, കാൽനഖങ്ങൾക്ക്, ചുണ്ടുകൾക്ക് രാജമല്ലി പൂവിൻ്റെ നിറം. ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നു ഞാൻ, നീ എന്നിൽ വേരോടി നിൽക്കുന്ന രാജമല്ലി. പ്രണയക്കുറിപ്പുകളിലെ ഒരു എന്താണ് ഗദ്യം എന്ന് പറയാൻ കഴിയുന്നില്ല, ഗദ്യവും കവിതയും കൂടെ ചേർത്തിട്ടുള്ള അതിലെനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ട ചില വരികളാണത്. പക്ഷെ അത് അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. മരങ്ങളിൽ നിന്ന് ആ പ്രണയക്കുറിപ്പുകൾ അവസാനിക്കുന്നത്, മരങ്ങളിൽ നിന്ന് ചിതറുന്നത് പൂക്കളും സങ്കല്പങ്ങളും, അവയ്ക്കുള്ളിൽ എൻ്റെ ഹൃദയത്തിൽ മുഖം ചേർത്ത് വെച്ച് നീ. അപ്പോൾ എനിക്ക് ഇപ്പോൾ പറയാനുള്ളത്, ശരത്തിനോടൊപ്പം അന്ന് പ്രണയം പങ്കുവെച്ച അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇപ്പോൾ ഈ വേദിയിലുണ്ട്. ആ പങ്കാളിക്ക് അന്നത്തെ ആ പ്രണയത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാൻ ഒരു പ്രത്യേക താല്പര്യം എനിക്കുണ്ട്. അത് അതിനുള്ള അവസരം കൊടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ശരത്തിന് എല്ലാ ആശംസകളും. പ്രധാനമായിട്ട് എനിക്ക് തോന്നിയത് ശരത്ചന്ദ്രലാലിൻ്റെ ഈ ജീവിതവും ആ പുസ്തകവും തമ്മിലുള്ള ഒരു ബന്ധം ആ പേരിൽ തന്നെ ഉള്ളത്. മരങ്ങളിൽ മഞ്ഞിൻ പുതപ്പുകൾ, മഞ്ഞിൻ്റെ ഏറ്റവും കൂടുതൽ തീഷ്ണത, ശൈത്യത്തിൻ്റെ സുഗന്ധവാഹിയായ ഒരു സൗഭാഗ്യം പ്രകൃതി അനുഭവിക്കുന്നത് ശിശിരത്തിൻ്റെ പരിപൂർണതയിലാണ്. ശിശിരം എന്ന് പറയുന്നത് ഒരേ സമയം മലയാളിയെ സംബന്ധിച്ച് മലയാളിയുടെ വസന്തകാലവുമായി ബന്ധപ്പെട്ടതാണ്. അതേസമയം എല്ലാ ജലാശയങ്ങളും വറ്റിവരളുകയും കൂടുതൽ ദാഹാർത്തമായ ഒരു മലയാള ജീവിതം നമുക്ക് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്ന ഒരു ജീവിതാവസ്ഥ പ്രകൃതിയിൽ. ആ ദാഹാർത്തമായ ഒരു മലയാള ജീവിതം ഒരു വശത്തും ഈ മഞ്ഞിൻ്റെതായ സുഗന്ധവാഹിയായ ജീവിത പരിമളം, പ്രാണപരിമളം മറുവശത്തും ഈ പ്രകൃതിയെ വല്ലാതെ രണ്ടു ഭാഗത്തും നിന്ന് വേട്ടയാടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ആ ഒരു രമ്യമായിട്ടുള്ള ഒരു സമ്മർദ്ദം
അത് ആ പുസ്തകത്തിലെ എല്ലാ കവിതകളിലും ഉണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നേരത്തെ ഈ പുസ്തകം രണ്ടും വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഭംഗിയായി അവതരിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ സുദർശനൻ ഇവിടെ സംസാരിച്ചു. വളരെ കൃത്യമായ ഒരു കണ്ടെത്തലാണ് സുദർശന്റെ ആ വിലയിരുത്തലിൽ ഉണ്ടായത്. എനിക്ക് തോന്നിയതും ശരത്ചന്ദ്രലാൽ ഇപ്പൊ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ അങ്ങോട്ട് പോകും, അതിനകത്ത് യാതൊരു തർക്കവുമില്ല. ഇനിയിപ്പോൾ അദ്ദേഹം എന്താണ് ചെയ്യേണ്ടതെന്ന് ഇപ്പൊ എനിക്കിതുപോലെ ഒരു സമ്മേളനത്തിൽ നിർദ്ദേശിക്കാൻ നിവൃത്തിയില്ല. കവിയരങ്ങളിൽ പോയാലും അദ്ദേഹം പുറകുവശത്ത് തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഭക്ഷണക്രമങ്ങളിൽ കാര്യമായ മാറ്റം വരുത്തിയാൽ കുറെ കൂടി ഒരു മാറ്റം ഈ സമൂഹത്തിൽ കവിതയുടെ രംഗത്തുണ്ടാകും എന്നെനിക്ക് സ്വകാര്യമായി തോന്നിയിട്ടുണ്ട്. അത് ഞാനടക്കമുള്ള ആളുകൾക്ക് ഈ പുതിയ കാലഘട്ടത്തിൽ ഒരാവശ്യമാണ്. അതിൻ്റെ ഒരു പരിമിതി മലയാള കവിതയിൽ വ്യാപകമായി ഉണ്ടാകുന്നുണ്ട് എന്നത് ഒരു നേരാണ്. പത്രാധിപന്മാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോ കാലത്തെയും വായനാ സമൂഹത്തിന്റെ പ്രത്യേകമായ ട്രെൻഡുകളുടെ പിന്നാലെയാണ് പത്രാധിപന്മാർ പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് കവിത മനസ്സിലാകുന്നില്ല എന്നല്ല, ഞാനിതുപോലെ ഒരു സമ്മേളനത്തിൽ വെച്ച് പറഞ്ഞാൽ നാളെ ഞാൻ പ്രസിദ്ധീകരിക്കുന്ന ഒരൊറ്റ കവിതയും അത് വെളിച്ചം കാണാതെ, അതുകൊണ്ട് ഞാനും ഇതിങ്ങനെ പരസ്യമായിട്ട് പറയുകയില്ല. അഡ്ജസ്റ്റ്മെന്റുകളിലൂടെ മുൻപോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു മനസ്സിന്റെ പ്രത്യേകമായ താളക്രമം ശീലിക്കുക മാത്രമാണ് ഒരു പ്രധാനപ്പെട്ട പോംവഴി. പുസ്തകം ചുമന്നുകൊണ്ട് നടന്ന് കൈവഴിയായി കൊണ്ടു നടന്ന് വിറ്റിരുന്നയാളാണ് മഹാകവി വള്ളത്തോൾ. വാൽമീകി രാമായണം വിൽക്കാൻ വേണ്ടിയിട്ട് ഈ കോട്ടയത്തുമൊക്കെ ആദ്യകാലത്ത് വരുമ്പോൾ ഞങ്ങൾക്കിതൊന്നും വായിച്ചാൽ മനസ്സിലാവുകയില്ല എന്ന് കോട്ടയത്തെ ചില ക്രിസ്ത്യൻ പ്രമാണിമാർ പറഞ്ഞപ്പോൾ, നിങ്ങളത് വായിക്കണമെന്നുമില്ല, മനസ്സിലാക്കണമെന്നുമില്ല, ഈ പുസ്തകം വില കൊടുത്ത് വാങ്ങിയാൽ മതി എന്ന് വളരെ സൗമ്യമായിട്ട് വള്ളത്തോൾ അവരോട് ഉത്തരം പറഞ്ഞ് അങ്ങനെ വാൽമീകി രാമായണവും മറ്റും തർജ്ജമ അടിച്ചേൽപ്പിച്ച ഒരു പാരമ്പര്യം പുസ്തക രംഗത്തുണ്ടായിരുന്നു. വിഹംഗമം പബ്ലിക്കേഷൻസ് തുടങ്ങുകയും അതിലൂടെ തൻ്റെ സ്വന്തം പുസ്തകങ്ങൾ അച്ചടിക്കുകയും അത് വിൽക്കുകയും ചെയ്തിരുന്ന ശരത്ചന്ദ്രലാലിനെ എനിക്ക് ഓർമ്മയുണ്ട്. അതുകൊണ്ട് ഒരു പൂർവ്വകാലത്തെ പ്രമുഖരായ ചില കവികളുടെ ഒരു നല്ല ഒരു വഴി ഉണ്ട് എന്നുള്ളതൊരു നേരാണ്. ഇപ്പം ഞാൻ നോക്കുമ്പോൾ ശാരീരികമായിട്ട് തന്നെ അദ്ദേഹം കുറച്ചുകൂടി ഒരു മെച്ചപ്പെട്ടിട്ട് ഒരു പുഷ്കലമായ ഒരവസ്ഥയിലാണ്. ഞാൻ ആദ്യം കാണുമ്പോൾ ഇങ്ങനെയായിരുന്നില്ല. അതിൻ്റെ ആ ഒരു പൗഷ്കല്യം ഈ കവിതയിലും ഉണ്ട്. ഇപ്പോൾ തീരെ പഴയ കവിതകളാണെന്ന് പറയാൻ നിവൃത്തിയില്ല, എന്നാൽ ഇപ്പോൾ അദ്ദേഹം എഴുതുന്ന കവിതകൾക്കും അതിൻ്റെതായ ഒരു ചന്തവും ചാരുതയും എല്ലാം ഉണ്ട്. ആ കവിതകൾ മുഴുവൻ വായിക്കുമ്പോൾ തോന്നുന്നത് ഇത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം ഒരു പരമ്പരാഗതമായ ഒരു ജീവിത രീതിയിൽ നിന്നുകൊണ്ട്, ഒരു താളവിധാനത്തിൽ നിന്നുകൊണ്ട്, ഒരു ജീവിത സൗഭാഗ്യങ്ങളുടെ പിൻബലത്തിൽ നിന്നുകൊണ്ടാണ് ഈ കവിത എഴുതുന്നത്. ആ കവിതകളെല്ലാം ഒരു മന്ത്രം പോലെ പരിശുദ്ധം എന്ന് നമുക്ക് പറയാൻ. പ്രണയക്കുറിപ്പുകൾ എഴുതിയ ഒരാൾ മന്ത്രം പോലെ പരിശുദ്ധമായ കവിതയാണ് എഴുതുന്നത് ഇപ്പൊ നമുക്കൊരു സമ്മേളനത്തിൽ പറയാൻ നിവൃത്തിയില്ല. എന്നാലും ആ കവിതകളുടെ മൊത്തം ഒരു ആന്തരികമായ ചൈതന്യം, ഒരു ആ കവിതയുടെ ആത്മീയതയുടെ സുഗന്ധമാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ശരത്ചന്ദ്രലാലിന്റെ പഞ്ചതന്ത്രം കഥകളുടെ വളരെ കൃത്യമായ തർജ്ജമകൾ അച്ചടിച്ച് വിതരണം ചെയ്തിരുന്ന കാലഘട്ടത്തിലും ആ കവിതയ്ക്ക് ഒരു ആത്മീയതയുടെ സുഗന്ധമുണ്ട്. പ്രണയക്കുറിപ്പുകൾ മുഴുവൻ നമ്മൾ വായിക്കുമ്പോഴും വല്ലാതെ തലയണ കടിച്ചു കീറിക്കൊണ്ട് പിന്നെ അലറുന്ന ഒരു പെണ്ണിന്റെ ഒരു ചിത്രമല്ല, ഒരു പുരുഷന്റെയും ചിത്രമല്ല പ്രണയക്കുറിപ്പുകൾ എന്ന ഈ പ്രേമകവിത വായിക്കുമ്പോഴും ഉണ്ടാവുന്നത്. ആ പ്രണയത്തിന്റെ അത്യഗാധതകളിൽ മുങ്ങിത്താണ് അവിടുന്ന് വല്ലാതെ ഈ വളരെ വിലതീരാത്ത മുത്തുകൾ മുങ്ങിയെടുത്ത് കൊണ്ടുവന്ന് ഈ വിധാനങ്ങളിൽ നിന്ന് മുകളിലേക്ക് കാണിക്കുകയും അതേപോലെ തന്നെ തിരകൾ വന്ന് മുത്തുകളും കൈകളും വളയിട്ട കൈകളും സഹിതം അത്യഗാധതയിലേക്ക് അയാളെ കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു ദയനീയ ചിത്രം. അത് ആ കവിതകളൊക്കെ വായിക്കുമ്പോൾ, ഈ പ്രണയക്കുറിപ്പുകൾ വായിക്കുമ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിപ്പോ ശലോമോൻ ഗീതങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പോലെ, ഗീതഗോവിന്ദം നമ്മെ ഓർമ്മിപ്പിക്കുന്ന പോലെ, അതേപോലെ തന്നെ ഈ പുതിയ കാലത്തുള്ള മറ്റു പല കവിതകളും ഓർമ്മിപ്പിക്കുന്ന പോലെ തന്നെ ആ പ്രണയത്തിന്റെ ഒരു ആത്മീയ സുഗന്ധമാണ് ആകമാനം ഈ കവിതകളെ. ഇപ്പൊ പട്ടാളക്കാരന്റെ വിധവയെ കുറിച്ചുള്ള കവിത സുദർശനൻ ദീർഘമായി ഇവിടെ പറഞ്ഞതാണ്. ആ കവിത വായിക്കുമ്പോഴൊക്കെ നമുക്ക് തോന്നുന്നത് പട്ടാളക്കാരന്റെ വിധവയെ വേട്ടയാടണം എന്നൊരു നീചമായ മനസ്സിനേക്കാൾ കൂടുതൽ ഇങ്ങനെ കാടിന്റെ അനന്തതയിൽ നിഗൂഢതയിൽ മുൾപ്പടർപ്പുകളുടെ നടുവിൽ എവിടെയോ 1000 ഇതളുള്ള ഒരു പൂവിങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന ഒരു പ്രത്യേകതയാണ് പട്ടാളക്കാരന്റെ വിധവ എന്ന കവിത. ഒരു പ്രത്യേകമായ അകലം പാലിച്ചു നിന്നുകൊണ്ട് നമ്മൾ വായിക്കുമ്പോൾ തോന്നുന്നു. ജൂലിയ എന്ന സിനിമ ഈ തിരുവനന്തപുരത്ത് അന്തർദേശീയ ഫിലിം ഫെസ്റ്റിവലിൽ വരുമ്പോൾ ഏകദേശം അതേപോലെ തന്നെയുള്ള ഒരു വിധാനമുള്ള ഒരു സിനിമ, അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് ഞാൻ അങ്ങനെ ജൂലിയ എന്നൊരു കവിത
അന്നെഴുതി. അപ്പം ഞാൻ ഈ പട്ടാളക്കാരൻ്റെ ഇത് വായിച്ചു നോക്കുമ്പോൾ ആ കവിതയ്ക്ക് ആ തരത്തിൽ വളരെ നല്ലൊരു ഭംഗിയുള്ള ഒരു വിധാനമുണ്ട്. കുമാരനാശാന്റെ കവിതയെ പോലെ ഇത് കേമപ്പെട്ട കവിതയാണെന്ന് ഞാൻ ഇതുപോലൊരു സദസ്സിൽ പറഞ്ഞ് ശരചന്ദ്രലാലിനെയും എന്നെയും ധർമ്മസങ്കടത്തിലാക്കുന്നില്ല. എന്നാലും അടിസ്ഥാനപരമായി കുമാരനാശാന്റെ കവിതയോട്, അത്തരം ഒരു പ്രണയഗോത്രത്തോട്, ആത്മീയ സുഗന്ധത്തോട് ചേർന്ന് നിൽക്കാനാണ് മനസ്സുകൊണ്ട് ശരചന്ദ്രലാൽ ആഗ്രഹിക്കുന്നത്. ഈ ആഗ്രഹം എത്രമാത്രം നടക്കും എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഭാവിയിൽ ഉള്ള നമ്മുടെ ജാതകകാരന്മാരാണ് പറയുന്നത് സാഹിത്യത്തിലെ. എന്നാലും കുമാരനാശാന്റെ കവിതകൾക്ക് ആ കാലഘട്ടത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞ എല്ലാ തരത്തിലുമുള്ള തിരസ്കാര ദൗർഭാഗ്യങ്ങളും അതേ മട്ടിൽ പിന്നീട് ധാരാളമായി തലമുറകൾ ഏറ്റുവാങ്ങുന്നുണ്ട്. അതുകൊണ്ട് ശരചന്ദ്രലാലിനെ പറഞ്ഞ പോലെ ദുഃഖിക്കാനില്ല. മരിച്ചു കഴിഞ്ഞ് പിന്നെ ശരിയായിക്കൊള്ളും എന്ന് എല്ലാ ആളുകളെ പോലെ ആശംസിക്കുന്നത് ഒരു മര്യാദകേടാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഉറങ്ങിക്കോ, ഞാൻ പുതപ്പിച്ചു കൊള്ളാം എന്ന് പറയാൻ എല്ലാ ആളുകൾക്കും കഴിയുന്നതാണ്. ജീവിച്ചിരിക്കുന്ന കാലത്ത് ഭക്ഷണക്രമങ്ങളിൽ മാറ്റം വരുത്താതെ തന്നെ ഈ കവിയെ തിരിച്ചറിയാനുള്ള ഒരു പ്രത്യേക സംവിധാനം വായനക്കാരൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. അതിന് യന്ത്രനാഗരികതയുടെ ഈ തീക്ഷ്ണമായിട്ടുള്ള നീരാളിപ്പിടുത്തത്തിനിടയിൽ അതിനെ ജീവിച്ചുകൊണ്ട് തൻ്റെ ഇടത്തോടെ കവിത എഴുതുക എന്നുള്ളത് കുറച്ച് ഒരു ദുഷ്കരമായൊരു കാര്യമാണ്. എന്നാലും നല്ല ലയഭംഗിയുള്ള കവിത, അരിച്ചെടുത്ത തേൻ പോലെ ശുദ്ധമായിട്ടുള്ള ആശയ വ്യക്തത, ഇതെല്ലാമാണ് ഈ കവിതകളെ കൂടുതൽ ആകർഷിക്കുന്നത്. ജാടകൾ ഒന്നുമേ ഇല്ല, ഒന്നും ഭാവിക്കുന്നതും ഇല്ല. ഗർഭപാത്രത്തിൽ പൂനിലാ ഉദിച്ചു എന്നും മറ്റും കവിത എഴുതുന്ന ആളുകൾ ഈ അടുത്ത കാലത്തുണ്ട്. അപ്പൊ എം.ആർ. ചന്ദ്രശേഖരൻ ചോദിച്ചു, എന്താ കൊച്ചനെ ഗർഭപാത്രത്തിൽ പൂനിലാ ഉദിച്ചെന്ന് പറഞ്ഞാൽ നീ എന്താ ഇത് മനസ്സിലാക്കിയത് എന്ന് ചോദിക്കുമ്പോൾ ആകാശവാണിയിൽ ജോലിയുള്ള കവിക്ക് കൃത്യമായൊരു ഉത്തരം, ഗർഭപാത്രത്തിൽ പൂനിലാ ഉദിച്ചു, അത് കൂടുതൽ ഒന്നും പറയാൻ നിവൃത്തിയൊന്നുമില്ല. അങ്ങത്തരം ഈ ജാടകൾ ഒന്നുമില്ലാതെ തന്നെ നേരിട്ട് ഒരു മാമായോ ദാദായോ ഇല്ലാതെ നമ്മുടെ ഹൃദയത്തോട് സംവദിക്കുന്ന കവിതയാണ് ശരചന്ദ്രലാലിൻ്റെ. അത് ഞാൻ എന്നാൽ കഴിയുന്ന ഭാഷയിൽ വളരെ കൃത്യമായിട്ട് ഞാൻ എഴുതി വെച്ചു. ആ പ്രണയ കവിത എഴുതിയതിനകത്ത് ഇപ്പോൾ ഈ ആ ഭാര്യയെ ഇപ്പോൾ പ്രതികൂട്ടിലാക്കേണ്ട ഒരു കാര്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഭാര്യമൊന്നും ഇവിടെ പറഞ്ഞാലും ഇല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയുന്നത്, എല്ലാ എഴുത്തുകാരൻ്റെയും എഴുത്തുകാരിയുടെയും ഉള്ളിൽ ഒരാദർശ കാമുകൻ, ആദർശ കാമുകി എല്ലാ കാലത്തും ഉണ്ടാവണം. ഇവൾക്ക് വേണ്ടിയിട്ടാണ് ഇയാൾ എഴുതുകയും പാടുകയും ചെയ്യുന്നത്. അയാൾക്ക് വേണ്ടിയിട്ടാണ് ഇവൾ എഴുതുകയും പാടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ആളിനെ എത്രമാത്രം തൃപ്തിപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് ഓമനെ എന്നെല്ലാം പറഞ്ഞ് എല്ലാ കവിതയിലും ആവർത്തിക്കുമ്പോൾ ഭാര്യമാർ ഇങ്ങനെ ഭർത്താവിൻ്റെ പുറകെ നടക്കേണ്ട കാര്യമില്ല, ഭാര്യമാരുടെ പുറകെ ഭർത്താവും നടക്കേണ്ട ഒരു കാര്യമില്ല. അതിൻ്റെ പുറകിൽ ഇങ്ങനെ ഒരു ആദർശമായിട്ട് ഒരു നമ്മുടെ ഒരു സങ്കല്പത്തിലെ ഒരു പാട്ടുകാരി, ഒരു പാട്ടുകാരൻ നമ്മുടെ ഉള്ളിലുണ്ട്. അയാൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ എല്ലാ രചനകളും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രമുഖനായ മലയാള കവി ONV, അദ്ദേഹത്തിൻ്റെ ഒരു ലളിതഗാനം കവിതയായും ആദ്യം വന്നു. ഒരു പുല്ലാങ്കുഴലിൻ്റെ സുഷിരങ്ങളിൽ കൂടി ഒഴുകുന്നത് ഓമനെ ഈ ഞാനാണല്ലോ. ആ പാട്ട് വളരെ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടതാണ്. ആ പുല്ലാങ്കുഴലിൻ്റെ സുഷിരങ്ങളിൽ കൂടി ഒഴുകുന്നത്, സപ്തസ്വര വിന്യാസത്തോടു കൂടി വരുന്നത് അയാൾ തന്നെയാണ്, അയാളുടെ ഹൃദയം തന്നെയാണ്. അത് ലാവ പോലെ ഉരുകി ഇങ്ങനെ ഈ 7 ദ്വാരങ്ങളിലൂടെ പുറത്തേക്ക് പിന്നെ സഞ്ചയിച്ച് വന്നാണ് അഭൗമമായിട്ടൊരു വികാര വിലാസ പ്രപഞ്ചം സൃഷ്ടിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ടാണ് CV ശ്രീരാമൻ പറഞ്ഞതുപോലെ, പെരുമ്പടവം ശ്രീധരൻ പറഞ്ഞതുപോലെ, ഓരോരുത്തരുടെയും ഓരോ രചനയും, ചെറുതും വലുതുമായ ഓരോ രചനയും അവരവരുടേതായിട്ടുള്ള ഓരോ പ്രത്യേകമായ ആത്മബലി തന്നെയാണ്. ഓരോ തവണത്തെ ആ എഴുത്തും ഓരോ ആത്മബലി ആയതുകൊണ്ടാണ് ആ ബലിക്ക് ഈ തരത്തിൽ കണ്ണീരും ചോരയും കിനിയുന്ന ഒരു വിധാന വിന്യാസത്തിൻ്റെതായിട്ടുള്ള ഭംഗിയും ശുദ്ധിയും ഗന്ധചാരുതയും ഉണ്ടാവുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുക. അത് ആവശ്യത്തിലേറെ ഉള്ള ഒരു കവിതയാണ് ശരചന്ദ്രലാൽ. അതുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഭൗതികമായിട്ടുള്ള ഒരു സംവിധാനം ഇത് ഉണ്ടാക്കിയാലൊന്നും ശരചന്ദ്രലാൽ വളരരുത് എന്ന് തീരുമാനിക്കുന്ന ഒരു സമൂഹമാണെങ്കിൽ നിശ്ചയമായും വളർത്താതിരിക്കാൻ തൽക്കാലത്തേക്ക് കഴിയും. എന്നാലും വളരെ തൻ്റെ ഇടത്തോടെ പ്രതികൂല സാഹചര്യത്തോടെ ഒരഞ്ഞൊരഞ്ഞ് മുൻപോട്ട് വരുമ്പോഴാണ് അതിൻ്റെതായ കരുത്ത്. അല്ലാതെ എല്ലാവരും ഇങ്ങനെ പിന്നെ കൈകളിലെടുത്ത് ഓമനിക്കുന്ന ഒരു ഉണ്ണാമനായിട്ടുള്ള ഒരു മേനിക്കണ്ടപ്പനെ കൊണ്ട് മരണാനന്തരം മലയാള കവിതയ്ക്ക് ഒന്നും നേടാൻ കഴിയുകയില്ല എന്നുള്ളതിന്
ശ്രീ ഡി വീരേന്ദ്രൻ തന്നെ ഒരുപാട് ഉദാഹരണങ്ങൾ സ്വകാര്യമായിട്ട് ഇവിടെ പറഞ്ഞു. അതുകൊണ്ട് ഒരഞ്ഞൊരഞ്ഞ് നേരിടുക തന്നെയാണ് തീസിസിനോട് ഏൽപ്പിയത്. ആന്റിതീസിസ് എന്നൊരു സാധനം, അതിൽ നിന്ന് ജനിക്കുന്നു സിന്തസിസാം നാഗമുർവിയിൽ. അതുകൊണ്ട് അത് തന്നെയാണ് നേരാ സിന്തസിസാം നാഗം. അതുകൊണ്ട് തൻ്റെ ഇടത്തോടെ നമ്മൾ എഴുതുകയും ദുഃഖമൊന്നും വേണ്ട, ഈ ജീവിക്കുന്ന കാലത്ത് തന്നെ നേടാൻ ശ്രമിക്കുകയും ചെയ്യണം. അത് മരിച്ചു കഴിയുമ്പോൾ എൻ്റെ പുസ്തകം എല്ലാം പിന്നെ ഗ്വാളിയോർ യൂണിവേഴ്സിറ്റിയിൽ ടെക്സ്റ്റ് ബുക്കാക്കും എന്നെല്ലാം ഒന്ന് ശരത്ചന്ദ്രലാൽ അങ്ങനെ വ്യാമോഹിക്കുകയൊന്നും ചെയ്യേണ്ട. ഈ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ മറ്റുള്ളവരെ കൊണ്ടത് വായിക്കും. ഇപ്പൊ ഇത്രയും പേര് വായിച്ചല്ലോ, ചെറിയൊരു സദസ്സാണെങ്കിലും വന്നിരിക്കുന്നവരെല്ലാം ശരത്ചന്ദ്രലാലിനോട് ഹൃദയം കൊണ്ട് സ്നേഹമുള്ളവർ മാത്രം. അല്ലാത്ത ഒരാൾ പോലും ഇങ്ങനെ ഒരു സദസ്സിൽ ഈ കാലത്ത്, ഈ വർക്കിംഗ് ഡേയിൽ വെളുപ്പാൻ കാലത്ത് ഇങ്ങനെ വന്നിരിക്കും. അതുകൊണ്ട് ഇത് ശുഭലക്ഷണമായിട്ടുള്ള നല്ല ഒരു സദസ്സാണ്. അതുകൊണ്ട് വ്യത്യസ്തനായ ഒരു കവിയാണ്. അദ്ദേഹത്തെ സത്യത്തിൽ ആരും തിരിച്ചറിയുന്നില്ല എന്നുള്ളത് ഒരു പരമാർത്ഥമായിട്ടുള്ള ഒരു കാര്യമാണ്. നാളെ തിരിച്ചറിയുമെന്നാലും തൻ്റെ ഇടം എനിക്ക് തോന്നുന്നുണ്ട്. ആ കവിത വായിക്കും തോറും അദ്ദേഹത്തെ തിരിച്ചറിയും എന്നുള്ളത് നേരായ ഒരു കാര്യം. അതുകൊണ്ട് ഇനിയിപ്പോ ചില നന്ദി വാക്കുകൾ വാങ്ങണ്ട, എന്തൊക്കെ ഞങ്ങൾ ഈ പറഞ്ഞതിനകത്തുള്ളത് എത്രമാത്രം ശരി എന്നുള്ളത് പറയുകയാണ്. അതിനു വേണ്ടിയിട്ട് ശരത്ചന്ദ്രലാലിനെ ക്ഷണിക്കുന്നു. പ്രകാശിപ്പിക്കുന്നത് പഴയ ഒരു തുല്യരായ ഗാനേരി സാർ, നിയന്ത്രൻ സാർ, എടാച്ചേരി, അടുത്ത സുഹൃത്ത് കെ സുദർശനൻ, സഹപ്രവർത്തകർ കെ ആർ മല്ലിക, അവരെല്ലാം വളരെ ആത്മാർത്ഥമായി ഇതോടൊപ്പം സഹകരിക്കുകയും ഇതിൽ പങ്കെടുക്കുകയും ചെയ്തതിൽ ഒരിക്കൽ കൂടി ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ വന്നെത്തിയ എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിക്കുന്നു. എനിക്ക് കൂടുതൽ പറയാനില്ല. എൻ്റെ കഥയെക്കുറിച്ച് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് പറയാനുള്ള പുസ്തകത്തിൽ ഉണ്ട്. അതിൽ കൂടുതൽ എനിക്ക് ഈ അവസരത്തിലൊന്നും പറയാനില്ല. നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്